അപ്പൊ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇന്ന് ഞങ്ങൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇപ്പൊ ഗിച്ചു പറയും. ഇന്ന് നമ്മളൊരു ത്രീസമ്മിന്റെ കാര്യം പറയാനുണ്ട്. ഒരു ഇലിയ, ഇസ്ലാം, ചാൾസ്, അത് കഴിഞ്ഞ് പിന്നെ അർമാന്റെ ഡിസിഷൻ, അർമാന്റെ ഒരു ക്രേസി ഡിസിഷൻ, പിന്നെ ഈ ഇന്ന് നടന്ന ഫൈറ്റ് നൈറ്റ് നമ്മുടെ ബോനിക്കലിന്റെ ഫ്രോഡ് ചെക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫിഗിയുടെ കാലൊടിഞ്ഞ്, ഫിഗിയുടെ കാലൊടിഞ്ഞ്. പിന്നെ നമ്മള് അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് സ്പോർട്ടുമായിട്ട് നമ്മൾ ബോക്സിങ്ങിലോട്ട് അങ്ങനെ പോവുകയാണ്. ബോക്സിങ് പിന്നെ അവസാനം വെറുതെ സീൻ സാധനമാണ്. 100 കെവിനും 1 ഗൊറില്ലയും വന്നാൽ എന്താ തീരുമാനിക്കണമെന്ന് ഇപ്പൊ കെവിൻ തന്നെ ലൈവ് സിമുലേഷൻ ഉണ്ടാവും. ഗൊറില്ല ഇല്ല, പക്ഷെ വിഷ്വലൈസിംഗ് ആണ്. പിന്നില്ലേ ഒരു ബെന്നി കഴിവേറി എന്ന് തുടരും പടത്തിന് മറ്റേ ജോർജ് സാറ് വിളിച്ച പോലെ എഡ്ഡി കഴിവേറിനെ പറ്റി ഞങ്ങൾ കുറച്ച് വാക്കുകളും പറയാനുണ്ട്. ഞാൻ അതുകൂടെ ഒന്ന് പറഞ്ഞുകൊള്ളുന്നു. ഐ ഹോപ്പ് ടു മേക്ക് യു ഓൾ ഹാപ്പി അഗൈൻ ഓൺ June 28 എന്ന് പറഞ്ഞിട്ട് ഒരു സ്പാനിഷ് മിഡ്ജറ്റ് കുറച്ച് ന്യൂസ് പറഞ്ഞിട്ടുണ്ട്. ഇല്ലിയേനയിലും 3 ഇഞ്ച് പൊക്കം മാത്രം കൂടുതലുണ്ടെന്നും പറഞ്ഞ് നീ മിഡ്ജറ്റ് കുഡ്ജറ്റ് ഇല്ലേ ഒരു പവന്റെ എടുക്കോടാ നീ. എടാ പോടാ ചെക്ക, നാണമില്ലടാ. മിഡ്ജറ്റ് എന്ന് പറഞ്ഞ ട്രാഷ് ടോക്ക് എന്ന് പറയും. ഇസ്ലാം പോലും പറയൂല. ഇസ്ലാം പറയും. ഇസ്ലാം അങ്ങനെ പറഞ്ഞ് ലൈഫ് ആൻഡ് ഡെത്ത് പോയല്ലേ ഓൾക്കായിട്ട്. അപ്പൊ ഇസ്ലാം പറയും നീ എന്താ പറയാൻ വന്ന പറഞ്ഞു, നിന്റെ പോയിന്റോട്ട് പറഞ്ഞു. അതല്ല, ഇപ്പൊ ഒപ്പോണന്റിനെ പറയാണ്ട് പുള്ളി ഞങ്ങൾ അനൗൺസ് ചെയ്തേക്കാണ് ഞാൻ വന്നെയാണ് ജൂൺ അവസാനം മുമ്പ് ഫൈറ്റ് ചെയ്തത്. അപ്പൊ ഇത് ഒരു എനിക്കുള്ള പക്ക ബിലാലിന്റെ ഫൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണ എനിക്ക് തോന്നല്ലേ UFC. വേറെ കഥയും കവിതയൊന്നും ഇല്ലെന്ന് പറഞ്ഞേ. എടാ എന്ത് ബിലാലിന്റെ ഫൈറ്റ് എന്നാണ്? ഡേറ്റ് എന്നാണ്? മെയ് 11. മെയ് 11 ജൂൺ 28 തമ്മിൽ എത്ര ദിവസമുണ്ട്? ഒരു 30-40 ദിവസം. പക്ഷെ അങ്ങനെ എനിക്ക് തോന്നുന്നു 2 മാസം നമുക്ക് അനൗൺസ് ചെയ്യുന്നല്ലേ നിനക്ക് തോന്നാ? 2 മാസം കഴിഞ്ഞല്ലേ, ഇനിയിപ്പോ 2 മാസം ഇല്ല. ഇനിയിപ്പോ പക്ക നമ്മള് 8 വീക്സ് എന്ന് പറഞ്ഞത് ഇപ്പൊ കറക്റ്റ് 8 വീക്സ് ആയി. ഇനിയിപ്പോ കൗണ്ട് ഡൗൺ ആയി കുറഞ്ഞു വരും. അല്ല, അനൗൺസ് ചെയ്യണമെങ്കിൽ ഈ ഞായറാഴ്ച അല്ലെങ്കിൽ അടുത്ത ഞായറാഴ്ച അനൗൺസ് ചെയ്യണമല്ലേ? ഈ ചൊവ്വാഴ്ച അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ പക്ക കലക്കി. ഈ വീക്കിന് ചൊവ്വാഴ്ച അല്ല, അനൗൺസ്മെന്റ് ഉണ്ടെങ്കിൽ ഈ ബുധനാഴ്ച ഉണ്ടാവുള്ളൂ. ചൊവ്വാഴ്ച ഡിസൈഡ് ചെയ്യണം. ഇലിയ വിസസ് ചാൾസ് വിസസ് ഇസ്ലാമിന്റെ ത്രീസത്തിനെ പറ്റിയാണ്. പക്ഷെ അതിന്റെ ഇടയിൽ ഇത് ഫോർസം ആക്കണമെന്ന് പറഞ്ഞ ഒരാൾ ഊട്ടി വിളിക്കുന്നുണ്ട്. ചാനലൊന്നും അല്ല കേട്ടോ, നമ്മുടെ അർമൻ സാറൂഖൻ. അയാളുടെ കെട്ടുള്ള വെടി കുറച്ച് കഴിയുമ്പോൾ തരാം. എന്നാലും ഇപ്പൊ കുറച്ച് കാര്യം പറയട്ടെ. അപ്പൊ 2 പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ. നമ്മുടെ ചെക്കൻ കയറി പറഞ്ഞു ഞാൻ അങ്ങടെ വെയിറ്റ് ചെയ്യാനാണ്, ഞാൻ അങ്ങടെ പ്രഖ്യാപിച്ച് ഞാൻ വെയിറ്റ് ചെയ്യാനാണ് 28 തീയതി. അപ്പോണന്റ് ഒന്നും ഇല്ല. 2 പോസിബിലിറ്റി ഉള്ളു. ഒന്ന് ചാളയം, ഒന്ന് മറ്റേ മരം ചാടി. എന്താടാ മലമുകളില്ല കാടനായ വേടന എന്താണ് മറ്റേ ഇപ്പൊ മഹാനായ ചവ്വല്ലേ? മഹാനായ ചവ്വ് അല്ലേ? ഇപ്പൊ പുള്ളി ബൈക്കൊക്കെ ഓടിച്ച് കിടക്കുകയാണ്. ഇപ്പൊ പുള്ളിക്ക് വേറെ പണിയൊന്നുമില്ല. അപ്പൊ എന്താണ് ഞങ്ങപ്പോ 2 പോസിബിലിറ്റി അങ്ങോട്ട് കവറിയതേക്കാന്ന് വിചാരിച്ച് വിഷമം കൊണ്ടാ. ചാൾസിനെ പറഞ്ഞില്ലെങ്കിൽ ചാൾസ് ഫാൻസിന് വിഷമം, ഇസ്ലാമിനെ പറഞ്ഞില്ലെങ്കിൽ ഇസ്ലാം ഫാൻസ് തെറി പറയും. അപ്പൊ 2 പോസിബിലിറ്റി. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, ശരിക്കും നടക്കാൻ പോകുന്നത് ജസ്റ്റിക്കേജി ഇസ്ലാം ആയിരിക്കും. എന്നാലും അത് അവരെ ഉൾപ്പെടുത്താണ്ട് നമ്മൾ ഇത് പറഞ്ഞു തീർക്കാം. ചാൾസ് വിസസ് ഇലിയ, ഹൗ ഇറ്റ് ഗോസ്, ഹൗ ഇറ്റ് എൻഡ്സ്. ചാൾസ് ഇലിയ നമ്മള് പറഞ്ഞല്ലേ കഴിഞ്ഞ കുറെ വീഡിയോ പറഞ്ഞ പോലെ സ്റ്റൈലിസ്റ്റിക്കലി ഇത് ഭയങ്കര ഷോകാണ്. കാരണം ചാൾസ് ആണെങ്കിൽ ഹിറ്റബിളും ആണ്. ഒരുത്തനിട്ട് ഇമോഷണൽ മെസ്സേജ് കണ്ടാ നീ? ഹൗ ചാൾസ് വിൽ ബീറ്റ് ഇലിയ എന്ന് പറഞ്ഞു. ഇത് ഇത്ര ഉണ്ടായിട്ട് ഇവിടെ വന്നിട്ട് ഇത് ഇങ്ങനെയുള്ളൊരു സാധനം. അയാളുടെ മെസ്സേജ് വായിച്ചിട്ടാണ് നീ ഇങ്ങനെ പറഞ്ഞത്? പുഷ്പിച്ച് ചുമ്മാ അങ്ങോട്ട് തട്ടിക്കളഞ്ഞു. ആ കമന്റ് ഇട്ടാൻ ഇപ്പൊ എന്ത് തോന്നും? സോറി പറഞ്ഞേക്കാനോട്. അല്ല, അങ്ങനെ പറയണെങ്കിൽ കുറെ പേരുണ്ട്. ഒരു ബിലാൽ ഫാൻ ഉണ്ട് നമ്മുടെ വീഡിയോ കാണാൻ. അയാൾ ഇടക്കിടക്ക് വരാറുണ്ട്, ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ ഇടക്കിടക്ക് വൈറ്റ് ചെയ്യാറില്ല. അതായത് കുഴപ്പമില്ല, നടക്കട്ടെ. എടാ ഇപ്പൊ ഇത് പറ, ചാൾസ് ഇലിയ പറ, അതിലോട്ട് പോണ്ട. ഇത് ചാൾസ് ശരിക്കും പറഞ്ഞ ഇപ്പൊ അവസാനം തോപ്പിച്ചത് ചാൻഡലറിനാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ചാൻഡലറിന്റെ പാഡി വരെ തോപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ പിന്നെ അത്ര സെൻസ് മേക്ക് ചെയ്യണുണ്ടാന്ന് തോന്നണില്ല. ഈ ഫൈറ്റ് നടന്നാ പോലും ഇലിയ തന്നെ ജയിക്കും. ഇലിയ അത് വേക്കൻഡ് ടൈറ്റിലാണെങ്കിൽ, പക്ഷെ അപ്പോഴും വേക്കൻഡ് ടൈറ്റിൽ അടിച്ച് കഴിയുമ്പോഴും ഇലിയക്ക് മറ്റേ സാധനമല്ലേ. ഇപ്പൊ വോൾക്ക് അവിടെ പോയി ടൈറ്റിൽ അടിച്ച പോലത്തെ ഒരു ഫീലാണ്. പറഞ്ഞാൽ അവിടെ ശരിക്കുള്ള ചാമ്പ്യൻ ഇലിയായിരുന്നു. അവിടെ നിന്നാണ് വോൾക്ക് അടിച്ചത്. ഇപ്പൊ ഇവിടെ ഇസ്ലാമാണ് ശരിക്കും ചാമ്പ്യൻ ആവണ്ടേ.
തോപ്പിക്കേണ്ടത്. എന്നിട്ട് അയാൾക്ക് പകരം വേക്കന്റ് ടൈറ്റിലാണെന്ന് ഉറപ്പിച്ചല്ല, വേക്കന്റ് ടൈറ്റിലാണെന്ന് പറഞ്ഞിട്ടില്ലല്ല. വെയിറ്റ് ചെയ്യണ ഓഡിയൻസിന് ക്ലിയർ ആക്കി കൊടുക്ക്. വേക്കന്റ് ടൈറ്റിലാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാ? എന്തായാലും ടൈറ്റിലിന് വേണ്ടിയല്ലേ ഫൈറ്റ് ചെയ്യുള്ളൂ. അതാ പറഞ്ഞത്, അത് അനൗൺസ് ചെയ്തു ഒഫീഷ്യലി. ആ പുള്ളി ഇത്ര നാള് പറഞ്ഞോണ്ടിരിക്കണതല്ലേ ടൈറ്റിലിന് വേണ്ടി തന്നെ. അങ്ങനെയാണെങ്കിൽ രണ്ട് ഓപ്ഷനുള്ളൂ, ഒന്നില്ലെങ്കിൽ ഇസ്ലാമാണ് അല്ലെങ്കിൽ ഇസ്ലാം വെക്കേറ്റ് ചെയ്ത്. ഒന്ന് ആലോചിച്ച് നോക്കി നീ. അത് വേറൊരു റിയാലിറ്റിയാണ്, അത് വേറൊരു സ്റ്റോറി ലൈൻ്റെ WWE ക്രിയേറ്റേഴ്സ് കണ്ടന്റ് പോലെ. ഇസ്ലാം വെൽട്ടർ വെയിറ്റിൽ ഞങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ടില്ല ഒന്നും. നമ്മൾ ഇപ്പോഴും ഇസ്ലാം ഫാനൊക്കെ തന്നെയാണ് ചെറുതായിട്ട്, അത് മറക്കരുത് ഗൈസ്. ഓൾഡ് ന്യൂസിന് അറിയാൻ പറ്റും. അപ്പൊ ഇപ്പൊ നടക്കുന്ന സിറ്റുവേഷനിൽ രണ്ട് ഓപ്ഷൻ ഉള്ളു, ഒന്നില്ലെങ്കിൽ ഇസ്ലാം മിസ് ഇല്ല അല്ലെങ്കിൽ ഇസ്ലാം വെക്കേറ്റ് ചെയ്ത്. അത് സീനാണല്ലോ മച്ചാനെ. വെക്കേറ്റ് ചെയ്ത് ഇസ്ലാം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇലിയക്ക് ആ ഒരു സോൾഡിഫൈ ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ 155 ടൈറ്റില് ഇസ്ലാം ഇല്ലാണ്ട് ഇസ്ലാമിനെ തോപ്പിക്കാണ്ട് 155 ടൈറ്റിൽ അടിച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് മാർക്കല്ലേ? 155 എല്ലാ ബെൽറ്റും കടഞ്ഞ് 155 ചെന്നപ്പോ 145 ചാമ്പ്യൻ ഇട്ടിട്ട് പോയതിന് ഇലിയക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? അയ്യോ ഇസ്ലാം ഹാജേട്ടാ പോവല്ലേട്ടാ, ചേട്ടാ പോവല്ലേ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം അവിടെ നിൽക്കോ? അവന്റെ കൺട്രോളിലല്ലാത്ത കാര്യത്തിൽ അവനെ ക്രിട്ടിസൈസ് ചെയ്തിട്ട് കാര്യമില്ലടാ കുണ്ടീൽസാ. അപ്പൊ പിന്നെ വോൾക്ക് അടിച്ചപ്പോ നമ്മള് തന്നെയല്ലേ പറഞ്ഞത് ഇത് ബ്ലാക്ക് മാർക്കാണ്. എടാ വോൾക്കിനെ ഓൾറെഡി ഇലിയെ തോപ്പിച്ചിട്ടില്ല, ഇവിടെ ഇസ്ലാം ഇല്ലിയെ തോപ്പിച്ചിട്ടില്ല. രണ്ട് ഡിഫറെന്റ് സിനാരിയോ ആണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, ആലോചിച്ചു തിങ്ക്. മെസ്സി ഫാൻ തിങ്ക് ഔട്ട്സൈഡ് ദ ബോക്സ് തിങ്ക്. പക്ഷെ അപ്പോഴും ആ ഒരു ആസ്ട്രിക്സ് ഉണ്ട്, അതില്ലാണ്ടിരിക്കാൻ പറ്റില്ല. ഞാൻ പറയണേക്ക് ഇപ്പൊ വോൾക്ക് വീസസ് ഇലിയ എന്നൊരു സംഭവം നടന്നിട്ടില്ല, എന്നിട്ടാണ് ഇപ്പൊ ഇലിയ വോൾക്ക് ഓക്കെ സമ്മതിച്ച്. അപ്പോഴും മനസ്സിലായ വോൾക്കിനൊന്നുമില്ല, കാരണം ആ ഫൈറ്റ് നടന്നിട്ടില്ല. പക്ഷെ വോൾക്കിന് ഇലിയെ തോപ്പിച്ചത് കൊണ്ടാണ് നമുക്ക് വോൾക്ക് ഇപ്പോഴും ജാമ്യനായിരിക്കും ഇലിയെ വെക്കേറ്റ് ചെയ്ത് വേണ്ടെന്ന് തോന്നണ. ഇസ്ലാം ഇലിയെ തോപ്പിച്ചിട്ടില്ലല്ല, ഇസ്ലാം ഇലിയെ ഫൈറ്റ് കൊണ്ട് നടന്നിട്ടില്ല. അപ്പൊ ഇങ്ങനെ കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. ഇലിയുടെ ഒട്ടും കൺട്രോൾ അല്ല, വോൾക്കിന്റെ കൺട്രോളായിരുന്നു ഇലിയുടെ ഫൈറ്റിന്റെ കാര്യം. ഇവിടെ അത് നടന്നിട്ട് പോലും ഇല്ല. അപ്പൊ നീ മനസ്സിലാക്ക്. അപ്പൊ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് സിനാരിയോസ് ഇൻ കാരർ. വേറെ സംഭവം എന്ന് വെച്ചാൽ ഇലിയെ ചാമ്പ്യൻ ആയ ഇസ്ലാം 175 പോയി, എന്നാലും ഇലിയെ ചാമ്പ്യൻ ആയ ഇലിയ വന്നപ്പോ പേടിച്ചോടി എന്നുള്ള അത് ആൾക്കാർ പറയും. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കോ നിങ്ങൾ, അത് ആൾക്കാർ പയ്യെ പറയും. എന്നിട്ട് അവിടെ പോയിട്ട് തോറ്റു കഴിഞ്ഞാൽ പിന്നെ ഷോ അങ്ങനെ തോക്കിയെന്ന് ഇസ്ലാം 175 തോക്കിയെന്ന് എനിക്ക് തോന്നുന്നില്ല. പറ. അല്ല ഈ ഇലിയ ചാൾസിനോട് തോക്കാൻ എന്തോരം ചാൻസ് ഉണ്ട്? സീറോ എന്ന് പറയുന്നത് സീറോ ഞാൻ പറയൂല. ചാൻസ് ഉണ്ട്, കാരണം ചാൾസ് അടിപൊളി BJJ ആണ്. പറഞ്ഞത് ഇലിയക്ക് അത് മാച്ച് ചെയ്യാൻ പറ്റും, BJJ പറ്റുമെന്ന് നമുക്കറിയാം. മാത്രമല്ല ഇലിയക്ക് ചാൾസിന്റെ ടേക്ക് ഡൗൺ ഒക്കെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ബ്രൈസ് മിച്ചൽ ബ്ലൂപ്പർ നിങ്ങൾ കണക്കിലെടുത്ത് കൊണ്ട് നടക്കല്ലേ. ഇലിയയുടെ റെസ്ലിംഗ് എന്താന്ന് മെരാവായിട്ടുള്ള ഡ്രില്ലിന് മനസ്സിലാവും. അപ്പൊ ഞാൻ പറഞ്ഞുതരാം, സ്ട്രൈക്കിംഗ് മാച്ച് തന്നെ ഇക്കോളൂ. ചാൾസ് കെട്ടെന്നുറങ്ങും. ചാൾസിനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇലിയക്ക് അറ്റാക്ക് വരാൻ ചാൻസ് ഉണ്ട്, ഇലിയക്ക് കിക്ക് ചെയ്യാൻ നേരത്ത് കാലൊടിയാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ അത് രണ്ട് ചാൻസ് ഉണ്ട്. അപ്പൊ തന്നെ കുറച്ച് ചാൻസ് ആയി. എന്നാലും ഞാൻ അങ്ങനെ ഉച്ചിക്കൂല. ചാൾസ് അറിഞ്ഞുകൊണ്ടൊക്കെ കൊള്ളിക്കാനൊക്കെ ചാൻസ് ഒക്കെ ഉണ്ട്. ഇലിയ ഹിറ്റബിൾ ആണ്. ഒടുക്കത്തെ ഇസ്ലാമിന്റെ പോലത്തെ അത്ര ഡിഫെൻസീവ് അത്രയും നല്ല സ്ട്രൈക്കിംഗ് ആണെങ്കിലും ഇസ്ലാമിനെ പോലെ ഡിഫെൻസീവ് കോഴ്സ് അല്ല, കുറച്ച് ഫയറിൽ ഇട്ട് ഡേഞ്ചർ ഒക്കെ എടുക്കാനാണ്. അതുകൊണ്ട് ഇത്രയും മോസ്റ്റ് എക്സൈറ്റിംഗ് ഫൈറ്റർ UFC ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ ചാൻസ് ഉണ്ട്, ഒരു 10% ചാൻസ് ഉണ്ട്. അപ്പൊ 90-10 95 ആയതല്ലേ നേരത്തെ പറഞ്ഞത്. ഇപ്പൊ 90-10 കുറച്ചും കൂടി ലോജിക്കൽ റീസണിങ് ആയി. ഒരു തന്റെ ഇമോഷണൽ മെസ്സേജ് കണ്ടുകൊണ്ട്. അപ്പൊ 90-10 ആണ് എന്റെ പ്രഡിക്ഷൻ ഫോർ ഇലിയ. Ilya will KO Charles in the second or third round via left hook to the body, then continue pum. ഇതിപ്പോ ഈ സ്റ്റോറിയില് നടക്കണത് ഇപ്പൊ ബലാല് തോറ്റ് എന്നിട്ട് ഇസ്ലാം പൊക്കത്തോട്ട് പോയിട്ടുള്ള സ്റ്റോറിയിലാണ്. ഇനിയിപ്പോ വേറെ സ്റ്റോറിയില് ബിലാല് നമ്മ ബൈ നമ്മ ത്രീസം ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണം. സ്കിപ്പ് ചെയ്യല്ലേ, ഫുള്ള് കാണില്ല, കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോ അടുത്തൊരു സാധനം വരുന്നുണ്ട്. ഇതിനകത്ത് ഇസ്ലാമിനെ കയറ്റാൻ കൊണ്ടാണ് ഞാൻ. ഈ ഇസ്ലാമിനെ കയറ്റല്ലേ, ഇസ്ലാം ഇഷ്ടപ്പെടുന്നത്. ഇസ്ലാം അങ്ങനത്തെ ടൈപ്പ് അല്ല. ഇസ്ലാമിനെ കയറ്റാൻ പോണ ഇസ്ലാം അവിടെ ഡോറിൽ തട്ടാൻ നിൽക്കണാണ്. ഇപ്പൊ ബിലാൽ അവിടെ ജയിച്ച് കഴിയുമ്പോ അപ്പൊ ഇവിടെ മുട്ടും, 155 തിരിച്ചു പോയി മുട്ടും ഇസ്ലാം. അപ്പൊ മൂന്നാമത്തെ ആള് വരും ബെഡിലോട്ടല്ല ഒക്ടകളിലോട്ട്. അപ്പൊ ഇനി നമുക്ക് അടുത്തത് ഫൈനലിലോട്ട് തന്നെ പോവാം. കാരണം ചാൾസ് വിസസ് ഇസ്ലാം നടക്കൂലെന്ന് അറിയാം.
കാരണം ഇലിയാണ് ഫൈറ്റ് ചെയ്യണേന്ന് പറഞ്ഞു. അപ്പൊ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് പറഞ്ഞാലും ഇല്ലെങ്കിലും ചാൾസ് വിസസ് ഇസ്ലാം എന്തായിക്കോന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇനി ഔട്ട് ഓഫ് ദ കാറ്റ് ഇപ്പൊ ഫ്ലൈറ്റ് ഓൾമോസ്റ്റ് ഫിക്സ് ആയതുകൊണ്ട് പറയുന്നു ഇസ്ലാം വിസസ് ഇലിയ ദ ഗ്രേറ്റ് ഫൂറിയ എൽ ലെജൻഡിനോ എന്തൊക്കെയാ സാധനം, കുണ്ടിത കലകഥ എന്താണ് അതിനെ പറയണ ആ ഒരു സാധനം. അപ്പൊ ഇലിയനെ പറ്റി പറയാൻ പോണാണ്. ഐ പ്രെഡിക്റ്റ് ഇലിയ വിൽ ബീറ്റ് ഇസ്ലാം മഹാച്ചവ് ബൈ KO ഇൻ ദ 4th round. only 51% confident. Okay, 49% I expect Islam to win. ഇവിടെ നിന്നാണ് എന്റെ തുടങ്ങുന്നതെല്ലാം. ഗിച്ചു നിന്റെ തുടങ്ങിക്കോ. അല്ല, ഈ 49% എങ്ങനെ ഇസ്ലാം ചെയ്യും? ഇസ്ലാം റെസ്ലിംഗില് സ്മദർ ചെയ്ത് കളയും. ഈ അടിപൊളിയാണെങ്കിൽ ഇസ്ലാം ലൈറ്റിന്റെ അപ്പേട് ഏറ്റവും വലിയ അപ്പ. അപ്പ അതുകൊണ്ട് അപ്പൊ എനിക്കറിയാം ഇല്ല അടിപൊളിയാണെന്നൊക്കെ എനിക്കറിയാം. എന്റെ മനസ്സ് പറയണമെങ്കിൽ എന്റെ കോച്ചും വരാവും എല്ലാവരും മത്സരിച്ച് പറയാനുണ്ടെങ്കിലും ഇതേവരെ അത് പ്രൂവണെന്ന് വെച്ചാൽ എന്നെ അടിപൊളിയാന്നറിയാം. എന്നാലും പറഞ്ഞില്ല, ഇസ്ലാം എന്ന് പറഞ്ഞാൽ മറ്റേ സീനാണ്. ഈ എന്താ പറയാ, ആ ഒരു ആർട്ടിസ്റ്റാണ് അടിയില്, വെള്ളത്തിനടിയിൽ മറ്റേ പ്യുവർ ആർട്ടിസ്റ്റാണ്. അവൻ അങ്ങനെ വായിച്ച് ചോക്കും ചീക്കും ഒക്കെ ചെയ്ത് കളയും. അപ്പൊ ആ പോസിബിലിറ്റി കൊണ്ട് ഞാൻ എന്തായാലും 49 ഞാൻ ഇസ്ലാമിന് കൊടുക്കുന്നു. ഇപ്പൊ ഞാൻ കുറച്ചുകൂടി ബയസ്ഡ് ആയതുകൊണ്ട് ലോജിക്കൽ ന്യൂട്രൽ പോയിന്റ് ഓഫ് വ്യൂല് 51-49 നേരെ തിരിച്ചാണെന്ന് എനിക്കറിയാം, അല്ലെങ്കിൽ 55-45 ആണെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ കുറച്ച് ബയസ്ഡ്നെസ് ഉണ്ട് ഇതിനകത്ത്. അപ്പൊ ഓക്കെ. പിന്നെ ഇപ്പൊ ഇതിന്റെ ടോപ്പ് ലെവലുള്ള അർമാൻ വരെ പറയുന്നുണ്ട് ഇതിലേക്ക് നല്ല ചാൻസ് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഷോർട്ട് ആണെങ്കിലും നോക്കൗട്ട് ചെയ്യാനുള്ള നല്ല ചാൻസ് ഉണ്ട്. ഡയറക്റ്റ് പോയി ഇപ്പൊ റെസ്ലിംഗിന്റെ കാര്യം പറഞ്ഞത്, റെസ്ലിംഗ് ഡയറക്റ്റ് പോയി ലെഗ് ഷൂട്ട് ചെയ്യാനുള്ള ഇതില്ല. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇലിയ പറഞ്ഞതില്ലേ വോൾക്ക് ഇസ്ലാം vs 1 ഫസ്റ്റ് ഫൈറ്റിൽ വോൾക്ക് ഷോർട്ട് ആയതുകൊണ്ട് ഇസ്ലാമിനെ ടേക്ക് ഡൗൺ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്ന കാര്യം വെച്ചാണ് ആ സെയിം സിനാരിയോ ആണ് ഇലിയ പറഞ്ഞത്. നമ്മുടെ ഇലിയല്ല അർമാൻ പറഞ്ഞത്, ഇലിയ ഷോർട്ട് ആയതുകൊണ്ട് ഇസ്ലാമിനെ ടേക്ക് ഡൗൺ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന്. അപ്പൊ അത് ആ ഒരു റീസൺ കറക്റ്റ് ആണ്. കാരണം നമ്മളെ ലോജിക്കലി ആലോചിക്കുമ്പോഴാണെങ്കിലും ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ താഴെ എങ്ങനെയെങ്കിലുമൊക്കെ താഴെ ഇപ്പം മറ്റേ ഇസ്ലാമിന്റെ ട്രിപ്പൊക്കെ വെച്ച് താഴെ വീഴ്ത്താൻ ഡയറക്റ്റ് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ട്രിപ്പൊക്കെ ചെയ്ത് താഴെ ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴെ നിന്ന് പിന്നെ ഇതിലേക്ക് എണീക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഈ 49 വെറുതെ കൊടുത്തല്ല, ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ കൊടുത്തത് വണ്ടാരം പിടിക്കാനായിട്ട്. അവനാ പിന്നെ ഇതിനിടയിൽ ഒരു സംഭവം എടാ ഗിച്ചു, ഇതിനിടയിൽ ഈയുടെ ഹാൻസ് ഡേഞ്ചറിനെ പറ്റി ഒന്ന് കുറച്ചു നേരം ഒന്ന് പറഞ്ഞേ. ഇലിയ പറയണ മറ്റേ സംഭവം ഉണ്ടല്ലോ, ഇലിയ പറയണ്ട, നീ പറ. എനിക്ക് ഇലിയയുടെ റെഫറൻസ് ചെയ്യാല. ഇലിയ പറഞ്ഞ സംഭവം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാ, സാധാരണ ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ എറിയണ കോംബോ 1, 2, 3 വരെയൊക്കെ എറിയും. പക്ഷെ 4, 5, 6 ആ കോംബോ, ആ ഒരു എക്സ്റ്റൻഷൻ അത് എറിയണ ആൾക്കാർ ഇപ്പൊ കുറവാണ്. ആ എറിയണ ഒരു ടൈപ്പ് ആളാണ് ഇലിയ. അപ്പൊ 1, 2, 3 കഴിഞ്ഞപ്പോ 4, 5, 6 വരും. അതിലാണ് പണി കിട്ടാൻ പോണ ഇസ്ലാമിന്. പണി കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പൊ ഐ ഒബ്ജെക്ട് ഗൈസ്. അത് ഇലിയ പറഞ്ഞ, ഞാൻ ഇലിയ ഫാൻ ആണെങ്കിലും അത് ഇലിയ പറഞ്ഞൊരു കുഴപ്പമുണ്ട്. ഈ MMA ആൾക്കാർ 1, 2, 3, 4, 5, 6, 7 കോംബോ അറിയത്തില്ലേ ഗൈസ്. 3ഉം 4ഉം കഴിഞ്ഞാൽ ടേക്ക് ഡൗൺ റെസ്ലർ ഹൈ ലെവൽ റെസ്ലറിന്റെ ഫ്രണ്ടിൽ നിന്ന് ചെയ്യുമ്പോ ടേക്ക് ഡൗൺ ചെയ്യാനുള്ള ഡേഞ്ചർ, ടേക്ക് ഡൗൺ ചെയ്യപ്പെടാനുള്ള ഡേഞ്ചർ ഒരുപാട് കൂടും. കാരണം 1, 2, 3 നമുക്ക് ചെയ്യാം. പക്ഷേ 4ഉം 5ഉം 6ഉം അവിടെ നിന്ന് ഇസ്ലാമിനെ പോയിട്ട് ഹൈ ആയിക്കും ആളുടെ മുമ്പിൽ ചെയ്തല്ലേ ടേക്ക് ഡൗൺ ചെയ്തെടുത്ത് പിന്നെ പാട്ടിച്ച് കാര്യപാല നിലത്തടിക്കുന്നത്. മറ്റേ സലീംകുമാർ നമ്മുടെ ചോട്ടാ മുംബൈയില് മോഹൻലാലിന്റെ അപ്പന്റെ പേര് സായികുമാർ ചോദിക്കൂലേ, എന്താടാ ഇനിയും വേണ നിനക്കെന്ന് ചോദിക്കൂലേ മലത്തടിക്കണ, ആ മൂട് അടിച്ചു കളയും. അതുകൊണ്ടാണ് MMA ആൾക്കാർ 5, 6, 7, 8ഉം ടട്ട അടിക്കാത്ത. അപ്പൊ അത് ഇലിയുടെ ചെറിയ ഇതാണ്. അത് ഞാൻ ഒബ്ജക്റ്റ് ചെയ്യുന്നു, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ ഗൈസ്. അല്ല ഇതിപ്പോ ഇസ്ലാം അത്ര ഹൈ IQ റെസ്ലർ ആയതുകൊണ്ടും കൂടിയാണ് ഞാനത് പറഞ്ഞത്. ഇപ്പൊ ഇലിയെ മൈക്കിന്റെ കാര്യത്തില് കുറവൊന്നും അല്ലല്ലോ. അപ്പൊ ആ ഒരു സീനാകിച്ചു സപ്പോർട്ട് ചെയ്യണം കൂടെ സീനാണ് ഗായ്സ്. എന്തൊക്കെയാണ് സംഭവിക്കുന്നുണ്ട് ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഇലിയ പറഞ്ഞൊരു ഇലിയാണെന്ന് പറഞ്ഞ് പറഞ്ഞല്ല സത്യോടെന്ന് പറഞ്ഞാൽ ചില ആൾക്കാരെ പോലെ ബ്ലൈൻഡ് ഫെയ്ത്ത് ഫാൻസ് അല്ല. ഒരാളിലടാ മീഗമതവ് ബ്ലൈൻഡ് ബൈ ബർത്ത് ഫാൻ മീഗമതവ്, അതേപോലത്തെ അങ്ങനത്തെ ഫാൻ അവ ലോജിക്കലായിട്ടേ പറയുള്ളൂ. ഓക്കെ, കണ്ടിന്യൂ. അല്ല, ഇലിയയുടെ ഇതിന്റെ കാര്യം, ഇലിയ എല്ലാ ദിവസവും 30 മിനിറ്റ് ബുക്ക് വായിക്കണതിന്റെ കാര്യം കേട്ടാ? അത് കേട്ടാ കാട്ടപരാധികളെ. ഫൈറ്റിനെ പറ്റി പറയുമ്പോ ഫൈറ്റിനെ പറ്റി പറയണം. രണ്ടാമത്തെ കാര്യം ഗായ്സ്, ഇലിയുടെ
5th ലാംഗ്വേജിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കണം, ഇംഗ്ലീഷ്. 5th മനസ്സിലാക്കണം. അത് പറയുന്ന സമയത്ത് ടൈറ്റിൽസ് കുറച്ച് ഓർത്തെടുക്കാൻ കുറച്ച് സമയം കൊടുക്കും, ട്രാൻസ്ലേറ്റ് ചെയ്തൊക്കെ വരണം. ആ ഒരു മൂഡ് നിങ്ങൾക്ക് കൊടുക്കുക. അല്ലാണ്ട് അത് മാത്രമല്ല, ഈ ബുക്ക് വായിക്കണുണ്ട് ഇതൊക്കെ കാര്യം സത്യമാണ്. 30 മിനിറ്റ് ചിലപ്പോൾ ബാത്റൂമില്ല ക്ലോസ് ചെയ്തിരിക്കണം, 5 മിനിറ്റ് ചിലപ്പോൾ ഓഡിയോ ബുക്ക് പ്ലേ ചെയ്യുന്നുണ്ടാവും. പക്ഷെ എന്നാലും അതിന് ഇത്ര കളിയാക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അതല്ലേ എനിക്ക് മനസ്സിലാവുന്ന ഇപ്പൊ നമ്മൾക്ക് മനസ്സിലാവണ്ട. ഈ ടോപ്പിക്ക് വിട്ടൂടെ, നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട്. അല്ല, ഇലിയയുടെ ഫേക്ക് പറഞ്ഞ കാര്യം പറഞ്ഞപ്പോ പറയാലോ, ഇത് ഉള്ളത് കാര്യമല്ലേ. എനിക്ക് ഫേക്ക് ആയിട്ട് തോന്നിയത്. കാരണം തോന്നില്ല. കാരണം ഇലിയ എന്ന് പറഞ്ഞ ഞങ്ങളുടെ സെൽഫ് ഇംപ്രൂവ്മെന്റിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടാനും തയ്യാറായിട്ട് നിൽക്കുന്ന ഒരാളാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് അറിയാത്ത കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ആ ലെവലിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ ചെയ്യാൻ വേണ്ടി ടോപ്പ് ആൾക്കാരായ ട്രംപ് എണ്ണനെയൊക്കെ എമ്യുലേറ്റ് ചെയ്യാൻ നോക്കണെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് വാരൻ ബഫറ്റ് പറ്റി പുള്ളി അറിയുമെന്നൊക്കെ. എടാ, വാരൻ ബഫറ്റിന്റെ പേര് പറഞ്ഞല്ലേ? അയ്യോ, ഞാൻ കേട്ടില്ല അതിനെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ അതെനിക്കറിയില്ല. അപ്പൊ എനിക്കറിയില്ല, എല്ലാ കളറൊന്നും തോന്നുന്നില്ല. പറഞ്ഞ് 5th ലാംഗ്വേജിലാണ് ഇല്ല സംസാരിച്ചതെന്ന് ഓർക്കണം. ഇന്നാള് ഇല്ലിയുടെ ലാംഗ്വേജിനെ ക്വസ്റ്റ്യൻ ചെയ്ത ഒരാളെ ഒറ്റമണി തുടങ്ങിയപ്പോ ഹൈബർനേഷൻ കഴിഞ്ഞാൽ വരാൻ പോണേട്ടോ. നീ വെറുതെ ഡയലോഗ് അടിക്കല്ലേ ചോദിച്ചു. അടുത്ത കാര്യം പറഞ്ഞ് ഫൈറ്റിനെ പറ്റി പറ. പ്രഡിക്ഷൻ പറ, ഇസ്ലാം എങ്ങനെ ജയിക്കണേന്ന് പറ. നിന്റെ ഇസ്ലാം മഹാചെഫ്, മഹാനായ ഷെഫ് എങ്ങനെ ജയിക്കണേന്ന് പറ. ഷെഫ് കുക്ക് ചെയ്യണ എങ്ങനെയെന്ന് പറ. മഹാനായ ഷെഫ് മറ്റേ ജോർജിയൻ സ്പാനിഷ് നാഷണൽ ആയിട്ടുള്ള ഇലിയനെ സ്വന്തമായിട്ട് ലെജൻഡ് എന്ന് പറയുന്ന പുള്ളിനെ, ലെജൻഡൊക്കെ ആകും കുറച്ചാളുമ്പോ എന്തായാലും വലിയ ലെജൻഡ് ആകും. പക്ഷെ എന്നാലും റെസ്ലിംഗ് ഉപയോഗിക്കുമായിരിക്കും. ഈ പറഞ്ഞ ഒരു ജായ് ഹെർബർട്ട് കൊടുത്ത ഹെഡ് കിക്ക് എന്നും പറഞ്ഞ് അത് സ്പാം ഒന്നും ചെയ്യാൻ പറ്റില്ല. അതൊന്നും നടക്കുകയൊന്നുമില്ല. അതൊരു എന്തോ ഒരു അനോമലി ആയിരുന്നു. പക്ഷേ ഈ റെസ്ലിംഗ് ഡിഫറൻസ് നല്ലോണം ഷോ ചെയ്യും. ഗ്രൗണ്ടിൽ ചിലപ്പോൾ ഡോമിനേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ സബ്മിഷൻ നടത്തുമെന്ന് എനിക്കറിയില്ല. സബ്മിഷൻ നടത്താനുള്ള ചാൻസ് അത്യാവശ്യം ഡിഫെൻസീവ് ജിറ്റ്സു ഒക്കെ ഉണ്ടെന്നാണ് എല്ലാരും പറയണത്. റെസ്ലിംഗിൽ എങ്ങനെയെങ്കിലും ഒക്കെ ഗ്രൗണ്ട് ഒരു ടീക്കിയോ അല്ലെങ്കിൽ ഫൈനല് യുണാനിമസ് ഡിസിഷൻ അങ്ങനെ ജയിക്കുന്ന എനിക്ക് തോന്നണം. ഇല്ല ജയിക്കണമെങ്കിൽ എല്ലാരും ഒന്നില്ലെങ്കിൽ കെയോ അല്ലെങ്കിൽ ബോഡി പഞ്ച് ഫോളോ അപ്പ് ഷോട്ട് കെയോ എന്നൊക്കെയാണല്ലോ വിചാരിക്കണം എല്ലാരും. കാരണം സബ്മിഷനൊക്കെ ഇല്ലേ വെറുതെ അത്ര കൊണ്ടാക്കിയ പോലെ എനിക്ക് തോന്നിയത്. അത് ഓക്കെ, സമ്മതിച്ചില്ല എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ കാര്യം പറഞ്ഞ് പോസിബിൾ ആക്കാൻ നോക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് പറഞ്ഞായിട്ട് എല്ലാരും ഒന്ന് സഹിച്ചുകളാ. ആ ഡാർസില് ആ ഇലിയ പറഞ്ഞ സീനുണ്ടല്ലോ, മറ്റേ ഫേവറേറ്റ് സബ്മിഷൻ ആയ ഇസ്ലാമിന്റെ ഡാർസില്, അതിനൊക്കെ എത്ര പെർസെന്റേജ് കൊടുക്കും അത് നടക്കാനായിട്ട്? 0.5. ഓഫ്, ശരിയാണ് കേട്ടോ. പിന്നെ ഒരു പോസിബിലിറ്റി ഉണ്ട്. പഞ്ച് കൊണ്ടിട്ട് ഇസ്ലാം പോപ്പുളായിട്ട് ഇങ്ങനെ വീണിട്ട് ഇടയിൽ കയറി ഇങ്ങനെ കണ്ടിട്ട് ഞാൻ അങ്ങനെ ചെയ്ത് ചിലപ്പോൾ അങ്ങനെയൊക്കെ കാണിക്കുന്ന ഒരാളാണെന്ന് എനിക്കറിയില്ല. അത് ആഗ്രഹം നടക്കോട്ടാ. അപ്പൊ അതുകൊണ്ട് എനിക്കറിയില്ല. അതിനാണ് 0.5 കൊടുത്ത്. ഇതിന് ഒരു അവസാനമായിട്ട് ഡാന ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. വേഗം ഒന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ സ്പെക്കുലേഷൻ കഥകളൊക്കെ നമുക്ക് നിർത്തിയിട്ട് നമുക്കൊന്ന് തീരുമാനിക്കായിരുന്നു ഇതാണ് ഫൈറ്റ് എന്ന്. അപ്പൊ ഫൈനൽ പ്രഡിക്ഷൻ പറഞ്ഞുകൊണ്ട് ഇലിയ ഇസ്ലാം ചാൾസ് എന്ന 3 അവസാനിപ്പിക്കുകയാണ്. അടുത്ത എപ്പിസോഡ് വരുമ്പോൾ 2 ആവാൻ വേണ്ടി നോക്കാം. ഗായ്സ്, അടുത്ത പറയാനുള്ള ഞങ്ങൾ നല്ലൊരു ഫാനായിരുന്നു ഞാൻ ഇവന്റെ. ഇപ്പോഴും ഫാനൊക്കെ തന്നെ ഉണ്ടാവും, അതിന് കുഴപ്പമൊന്നുമില്ല. എന്നാലും ഈ അർമന് പണിഷ്മെന്റ് ആയത് കൊണ്ടും ഇപ്പൊ ഒരു ടീച്ചർ ഒരു പണിഷ്മെന്റ് കൊടുക്കുമ്പോ 2 ടൈപ്പ് ടീച്ചർമാരുണ്ട്. ഒന്ന് ഇവൻ എന്തെങ്കിലും പഠിക്കട്ടെ എന്ന് പറഞ്ഞു, ചിലവരുണ്ട് അതിലൂടെ ഒരു പാഠം പഠിക്കട്ടെ, പക്ഷെ അതൊരു ഗുണം ഉണ്ടാവട്ടെ. ആ മൂടാണ് 100 ഇവിടെ കാണിച്ചിരിക്കുന്നത്. നല്ലൊരു വൈസ് പ്രിൻസിപ്പൾ ആയിട്ട് 100 ഇവിടെ ആക്കിയത്. കാരണം റീമാച്ച് ആയിട്ട് ക്യാമറോട്ടിനെ കൊടുത്ത് 2 ഉദ്ദേശമുണ്ട്. ഒന്ന് ക്യാമറോട്ട് ഇപ്പൊ കുറച്ച് 7th റാങ്കായി കിടക്കണം, പക്ഷേ അർമൻ അവൻ ചെയ്യാനുള്ളൊരു അവസരവും. അപ്പൊ പണിഷ്മെന്റ് സർവീയും ചെയ്യും, റിഡംഷനും കിട്ടും. ആ ഒരു നല്ല ചോയ്സ് ആണ് 100 ഇവിടെ കൊടുത്ത. അതിനെ തട്ടിത്തെറിപ്പിച്ച മൊണ്ണനായ അർമന് പൊട്ടാന്ന് ഞാൻ വിളിക്കുള്ളൂ. കാരണം US ഒരു പാഠം പഠിപ്പിക്കാനായിട്ടാണ് അവനിത് കൊടുത്തത്. അത് മനസ്സിലാക്കാണ് എനിക്ക് വേണ്ട. പിന്നെ അത് വേണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് അതിന് നല്ല തരാൻ പോണ പൊട്ട, നീ മണ്ടനാണാ? എന്നിട്ട് അതിന് പകരം ചോദിച്ചത് ഡാൻ ഹുക്കറിനെയാണ്. ഡാൻ ഹുക്കറിനെ മതിയായിരുന്നു എന്നൊക്കെ. അത് എളുപ്പം ജയിക്കാല. ഡാൻ ഹുക്കറിന്റെ റാങ്കിങ് എത്രയാണ് ഇപ്പൊ? 6. അതിന് കുറച്ച് മേലെയായിരുന്നു തോന്നില്ല, കാരണം ക്യാമറ തോപ്പിച്ചോണ്ട്. പക്ഷെ ഇതൊരുമാതിരി കാരണം എന്താ അറിയോ, എന്ത് സംഭവം കേട്ടോടാ, ഈ നേക്കഡ് ട്രൂത്ത് ഞാൻ പറഞ്ഞു ഇറങ്ങിച്ചു. ഞാനെപ്പോഴും അതേ പറയാറുള്ളൂ. എന്നാലും ഈ ഒരു ഫൈറ്റ് അങ്ങോട്ട് കണ്ട് എങ്ങനെയെങ്കിലും ഇസ്ലാമിനെ അടുത്തോടെ എത്തണം. ഈ ഫൈറ്റിന് ഇമ്പോർട്ടൻസ് ഇല്ല, അതൊരു ഈസി ഫൈറ്റ് ആയിരിക്കണം. ഗാംബ്രോട്ടിനെ കൂടി തല്ലുടിക്കുമ്പോൾ അതൊരു ഹാർഡ് ഫൈറ്റ്, ജയിച്ചാലും ഹാർഡ് ഫൈറ്റ് ആയിരിക്കും. അത് പുള്ളിക്ക് പുള്ളിയുടെ അപ്പനും അറിയാം. അപ്പൊ അതുകൊണ്ടാണ്, മനസ്സിലായ, അത്രയും ഡാമേജ് എന്തായാലും ആവും.
അതും കഴിഞ്ഞ് ഇസ്ലാമായിട്ട് ഇപ്പൊ ഉക്കറ കഴിയുമ്പോ ചോപ്പ് ചോപ്പ് ഒരു ഡേക്കണൊക്കെ കഴിഞ്ഞ് ചൂച്ചു ചാചാച്ചു ഒരു കഴിഞ്ഞ അല്ലെങ്കിൽ അതുകൊണ്ട് കഴിഞ്ഞ ഡാമേജ് ഇല്ലാണ്ട് ഇസ്ലാമായിട്ട് പ്രിപ്പയർ ചെയ്യല്ല. അപ്പൊ ഇതാണ് സംഭവം. ഇതൊരു വേറെ കാര്യം പറയട്ടെ, ഇതിന്റെ ഒക്കെ താക്കോലിരിക്കണ ബലാൽ അവിടെ കഴിഞ്ഞ തോറ്റ് വിട്, ഞാനതിപ്പോ പറയണില്ല. എന്നാലും ഞാൻ പറയാ, ഇപ്പൊ അർമാൻ ഈ കാണിച്ച എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഐ ആം അഗെയിൻസ്റ്റ് ദിസ് ഡിസിഷൻ. ഐ അണ്ടർസ്റ്റാൻഡ് ഫ്രം ഹിസ് പോയിന്റ് ഓഫ് വ്യൂ. ബട്ട് വേൾഡ് എല്ലാരും അർമാന്റെ പോയിന്റ് ഓഫ് വ്യൂ അല്ലേ, എല്ലാവരും അവരവരുടെ പോയിന്റ് ഓഫ് വ്യൂ കാണണം. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇപ്പൊ ഹുക്കറിന് ഈ അടുത്തൊന്നും കിട്ടേമില്ല. ഹുക്കർ എനിക്ക് തോന്നുന്നു ഹുക്കർ ഈ അടുത്ത് അവൈലബിൾ അല്ല. ഹുക്കറിന് പിന്നെ ഹാൻഡ് ഇഞ്ചുറി വന്ന് പിന്നെ ഒരു സർജറി വേണമെന്ന് പറഞ്ഞ് അത് കാരണം ഹുക്കർ ഇനിയും ലേറ്റ് ആവും. അപ്പൊ അത് കാരണമായിരിക്കാം ഇനിയിപ്പോ ഈ അർമന്റെ ഒരു ന്യായം ഞാൻ പറയട്ടെ. അർമൻ ഇപ്പൊ ഹുക്കറായിട്ടൊരു ബീഫ് പൊട്ടി മുളച്ച് കഴിഞ്ഞ ആഴ്ച, അത് ലെജിറ്റാണ് ട്ടാ. അത് പക്ഷെ ഇതിനു വേണ്ടി മുളപ്പിച്ചാണെന്ന് അറിയാൻ പാടില്ല, പയറ് പോലെ. എന്നാലും മുളച്ചെറിയൊരു ബീഫ് ഉണ്ട് അങ്ങാടും ഇങ്ങാടും. പക്ഷെ ഇതൊരുമാതിരി ഇപ്പില്ലേ ഗ്യാമറൂട്ടിനൊക്കെ ഒന്ന് കെയോ ചെയ്ത് കഴിഞ്ഞാൽ അർമോന്റെ സ്റ്റോക്ക് ലെവലായില്ലേ. ആ വെർഷൻ ഓഫ് ഇലിയ വീസസ് ഇസ്ലാമിന് കുറച്ചും കൂടി പെരിപ്പിക്കും അങ്ങാട്. അപ്പൊ നല്ലതായിരുന്നു. പക്ഷെ പോട്ടെ, ഇപ്പൊ ഗ്യാമറൂട്ട് മറ്റേ കൂടെ ആയിപ്പോയി. എന്ത് മയിലാടാ, എന്നെ വേണ്ടെന്നാ, ഞാൻ വേണ്ടെന്നാ, ഞാൻ ശോകമാണെന്നാ, ഞാനെന്ത് പൊട്ടനാ. ഈ ഗ്യാമറോട്ട് മറ്റേ വളിച്ചു നീ വെറുത്തിച്ചാലെന്നൊക്കെ മനസ്സിലായി. ഗ്യാമറോട് ഇപ്പൊ മറ്റേ സീൻ പറയണ്ടാവും, മയിലാണ് ഞാൻ തോപ്പിക്കുകയും ചെയ്തു. മയില മറ്റേ അപ്പുറത്തെ കൂട്ടുകാരന് ഇപ്പുറത്തെ പറ്റി പറയില്ലാത്തപ്പോ അതേപോലെ കുറെ പ്രദൂഷണം കോച്ചസായിട്ട് പറയണ്ടാവും. മണ്ടനാണ്, ന്യായം ഉണ്ട്, ന്യായം ഉണ്ട്. ഇപ്പൊ കിച്ചറൊക്കെ ഉണ്ട് കൂട്ടുകാരെ, വേറെ കൂട്ടുകാരെ പറയാണ്ടാവും പൊക്കത്ത് കുടുംബ ഇങ്ങനെയാണെന്നൊക്കെ. അതേപോലെ അവരെ തോപ്പിച്ചല്ലേ, അത് അതിന്റെ പോലെ ഒരു പണിഷ്മെന്റ് കൊടുക്കാൻ വേണ്ടി അഡർ കൊടുത്തിട്ട് അവരത് വേണ്ടത് പറയും. അപ്പൊ ഞാനെന്ത് പൊട്ടനാ, എന്നെ തോപ്പി അവരറിയാൻ എന്റെ കൂടി വെയിറ്റ് ചെയ്ത് അവൻ ജയിക്കുക. ഈ ഞാൻ പറഞ്ഞാൽ അവരോട് കൊച്ചു പറഞ്ഞിട്ടുണ്ടാവും. ഇല്ലല്ല കിച്ചു പറഞ്ഞിട്ടുണ്ടാവൂലടാ, സത്യം പറ പറഞ്ഞിട്ടുണ്ടാവൂലേ. അല്ല ഇതിപ്പോ അർമാൻ ഒരു ഫൈറ്റ് തോപ്പിച്ചിട്ടാണ് ഇങ്ങനെ പറയണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോ ഗ്യാമറോട്ട് ജയിക്കുകയും ചെയ്ത് എന്നിട്ട് കാര്യമില്ല. മറ്റേ അടസാനിയെ മറ്റേത് പറഞ്ഞ പോലെ ഇത്ര തോന്നില്ല. അടസാനെ 3-1 ഇനി ഫൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ആൾക്കാർക്ക് അംഗീകരിക്കാൻ പറ്റി. കാരണം ഇനി അലക്സ്പെറിനെ തോപ്പിച്ചാൽ ആൾക്കാർ പറയും 3-2 ആണെന്നേ പറയുള്ളൂ. തോറ്റു കഴിഞ്ഞാൽ പിന്നെ അതൊരു ഇതായി. അപ്പൊ അത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഇതെനിക്ക് അതിന്റെ അത്രയും പോലും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. മനസ്സിലായ വിച്ചുവിനെ മനസ്സിലായ? കൊറേ മനസ്സിലായെന്ന് ചോദിക്കണം. ആർക്കെങ്കിലും മനസ്സിലായി? കമന്റ് ബോക്സിൽ മനസ്സിലായെന്ന് പറയണോട്ടാ. മനസ്സിലായില്ലേന്ന്, മനസ്സിലായാലും മനസ്സിലായില്ലേലും പറയണം മനസ്സിലായെന്ന്. പിന്നെ ഈ അർമാന്റെ കാര്യം വിടാ. അർമാന്റെ ഈ ഞാനും എതിരാണ്. അപ്പൻ അപ്പന്റെ 50 കോടി ഉണ്ടെന്നും പറഞ്ഞ് അതില് കുണ്ടിത കിലകിതം കാണിക്കാൻ നിൽക്കത്. പിന്നെ ഇന്ന് വേറൊരു കിലകിതം കാണിച്ചെടുത്തുണ്ട് ബോനിക്കല്. എന്തൊക്കെ പറഞ്ഞതാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടാ, ഞാൻ ബോനിക്കലിനെ ട്രാഷ് ചെയ്യാൻ തന്നെ റെഡി ആയിട്ട് നിൽക്കാനാണ്. ട്രാഷ് ചെയ്യാൻ ചെയ്യുന്നമ്മ കുറച്ച് ചെറിയ ലെവലില്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഗിച്ചു സത്യമായിട്ട് പറ, ബോനിക്കലി ഹാഡ് ഭയങ്കര ഇന്ത്യയിലെ ഡിഫറെന്റ് പേഴ്സണെ പോലെ ഫീൽ ചെയ്ത വസ്ത്രം കൊണ്ട് എനിക്ക് അവനാ. അല്ല സംഭവം കറക്റ്റാണ്. കാരണം ബോനിക്കലി ഒരു എനിക്ക് കണ്ടതെന്താന്നറിയോ, ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോ തന്നെ കോർണറിൽ ചെന്നിട്ട് തല കുണിച്ചിങ്ങനെ ഇരിക്കണേരുന്നു. എന്തോ പവർ ഉണ്ടായില്ല. ഒരു വയറിളക്കം പഠിച്ച് വീട്ടിലിരുന്നിട്ട് കൂട്ടുകാരൻ വീട്ടിനെ ഫ്രണ്ട് വരുമ്പോ കാണാൻ നിർത്തി അവൻ്റെ അടുത്തോട്ട് നമ്മൾ പോകൂലേ, അതേ മൂഡിലാണ് അവൻ കോർണറിലോട്ട് തിരിച്ചു പോയത്. അത് മാത്രമല്ല ആ മൂടായിരുന്നു അവന്റെ ഫ്രണ്ടായ ഫൈറ്റും. അപ്പൊ ഞാൻ ശരിയാണ്, പക്ഷെ ബോനിക്കലിനെ തോറ്റി. പക്ഷെ ഇതിനു മുമ്പ് ഞാൻ കണ്ട ബോനിക്കലിന്റെ ഒരു ഇതോ ഇന്നും എന്തോ ഒരു പ്രശ്നം ഉണ്ടായ സത്യമായിട്ട്. ഇപ്പൊ ബോനിക്കൽ ഇപ്പൊ പറഞ്ഞു കഴിയുമ്പോ ആൾക്കാർ എക്സ്ക്യൂസ് ഒന്നും പറഞ്ഞ് കമന്റിൽ വന്നും സീനാക്കും. എന്നാലും ഞാൻ പറയാം, ഐ എം നോട്ട് ടേക്കിംഗ് നത്തിങ് അവേ. മറ്റേ റിഡർ സീനാണ് അവൻ, ഒരു രക്ഷയില്ല. അവനൊരു പ്രോസ്പെക്ട്, അവനായിപ്പോ പ്രോസ്പെക്ട് എന്ന് പറയാ. അടിപൊളി എസ്റ്റിരിക്കണം. അതിനൊക്കെ അവനെ ഉറക്കുമെന്ന് എനിക്ക് തോന്നണം. അതോട് എന്നാലും ഞാൻ പറയാ, എനിക്ക് ബോനിക്കൽ 100% തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ എന്റെ പേഴ്സണൽ എന്റെ ബുക്കിംഗ് ഞാൻ ഒരു ചാൻസ് കൂടി ബോനിക്കലിന് കൊടുക്കും. എന്റെ പേഴ്സണലായിട്ടാണ് കേട്ടോ, നിങ്ങളാരും ചെയ്യണമെന്നില്ല ഞാൻ പറഞ്ഞത്. അല്ല ഇവര് ബോനിക്കല് പണ്ട് വന്നപ്പോ തന്നെ ബോനിക്കലിനോട് ഇങ്ങനെ ചോദിച്ചായിരുന്നു എങ്ങനെ ആയിരിക്കണം റോഡ് മാപ്പ്, എങ്ങനെയായിരിക്കണം ഈ മിഡിൽ വെയിറ്റ് ഡിവിഷൻ. അപ്പൊ പുള്ളി പറഞ്ഞു ഞാൻ പയ്യെ ഓരോന്ന് ലെവലെടുത്ത് പോവാന്നൊക്കെ പറഞ്ഞു. പക്ഷെ എടാ മാപ്പ് കറക്റ്റായിരുന്നു. റോഡിന്റെ ഇടയിൽ ഒരു കുഴി വന്നത് കണ്ടില്ല. അത് ഗവൺമെന്റിന്റെ കുഴപ്പമാണ്. എന്തേലും ആവട്ടെ, കുഴിയിൽ വീണ് പോയി. ഇപ്പൊ അത് കൈകാലൊക്കെ ഒന്ന് ഒടിഞ്ഞ്. പക്ഷെ 2 മാസം കഴിഞ്ഞ് റെസ്റ്റ് എടുത്തിട്ട് ഹീലായിട്ട് തിരിച്ച് വന്നിട്ടും
എന്നാലും ഞാൻ അവന്റെ ഇതാവണേലട്ടാ ഒരു ചാൻസ് കൊണ്ട് കൊടുക്കും. അടുത്ത കൂടി തോറ്റു കഴിഞ്ഞാൽ ഓക്കെ ഉമ്പിക്കോന്നാന്ന് പറയും ഞാൻ. അപ്പൊ ഒരു എന്റെ ഒപ്പീനിയനിൽ ഞാൻ ഒരു ഇതും കൂടി ചാൻസും കൂടി. മറ്റവൻ സീനല്ലേ റൈനർ ഡിറിഡർ വെറുതെ പുള്ളിയായിരുന്നു കേട്ടോ. പേര് സീനാണല്ലേ, പേരും സീനാണ്. ഡച്ച് പേര് അവനാണെങ്കിൽ മറ്റേ DDPയുടെ ട്വിൻ ബ്രദർ കണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ. കണ്ടിട്ട് ഒരേപോലെ ഇരിക്കുന്നു ഇല്ലേ? എനിക്ക് അങ്ങനെ തോന്നുന്നു. DDP മറ്റേ കഴുത്തൊക്കെ ഇല്ല, കഴുത്തിന്റെ അരഭാഗം ഇല്ല DDPക്ക്. ഇതിങ്ങനെ കാണിക്കണം ഈ മൂട്, അതായത് ഇവിടെ ഇങ്ങനെ ഇവിടെ ആ കഴുത്തിന്റെ ഇത് ഇവിടെ നീട്ടണം ഷോൾഡർ, അങ്ങനത്തെ ഒരു ഫിഗറാണ് DDP. അപ്പൊ ആ DDP ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. എന്നാലും മനസ്സിലായി ഉദ്ദേശിച്ച പോയിന്റ് എന്താന്ന്. റൈഡർ ഒന്നുമില്ല, ബോനിക്കലിനെ തോപ്പിച്ചു കളഞ്ഞ്. ബോനിക്കൽ ഒരു പാഠം പഠിച്ച്. ബട്ട് ഐ തിങ്ക് ബോനിക്കൽ വിൽ ഒരു ചില സമയത്തില്ലേ ഇപ്പൊ ലോസ് ഇന്ന് കുറെ പഠിക്കുമെന്ന് എല്ലാവരും പറയണില്ലേ. ലോസ് എന്ന് പറഞ്ഞാൽ നമ്മള് ഗിച്ചു ഇല്ലേ, പല ആണുങ്ങളും ഫസ്റ്റത്തെ തേപ്പില് എല്ലാ ആണുങ്ങളും ആത്മാർത്ഥത്തോടെ ഒരു പെണ്ണെ സ്നേഹിച്ചിട്ട് തേപ്പ് കിട്ടിക്കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റേജില്ലേ, ആ സ്റ്റേജിലാണ് മെച്ചോർ ആവണം. എന്നാലോചിച്ച് നോക്കിയേ. അല്ല അത്രയുള്ളൂ ഞാൻ പറഞ്ഞ. എനിക്കിപ്പോൾ ഞാൻ വെച്ചത് എന്റെയും കറക്റ്റ് തന്നെ കേട്ടാ. എന്നാലും എല്ലാവരും തേപ്പ് കിട്ടില്ലേ. ഇപ്പൊ ആ തേപ്പ് ഫസ്റ്റ് തേപ്പിൽ കുറച്ച് കരഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഒരു മാസം കഴിഞ്ഞ് ജിമ്മിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ മെച്ചോറാവും. അപ്പൊ ശരിക്കും പറഞ്ഞ സെക്കൻഡ് തേപ്പിലും ചെറുതായിട്ടൊക്കെ അറിയട്ടോ. പക്ഷെ ഫസ്റ്റിൽ അത്രയൊക്കെ അറിയില്ല. പക്ഷെ ഫസ്റ്റിലാണ് ശരിക്കും ഇമോഷണലി മെച്ചോറാവണം. അപ്പൊ ആ ഒരു സ്റ്റേജാണ് ഇപ്പൊ ഈ നമ്മുടെ ബോധിക്കല്. ഇതിന് ശേഷം ബോധിക്കല് മെച്ചോറായി തിരിച്ചു വരുമെന്ന് വിശ്വസിക്കുന്നു. നോക്കാം നമുക്ക്. എനിക്ക് തോന്നിയപ്പോ എന്തോലെ ഇപ്പൊ കാരണമില്ല, അവനൊരു പനി പിടിച്ചിട്ടൊക്കെ ഗെയിംസ് ഇട്ട് കളിക്കാൻ പോകില്ല അമ്മ. ആ മൂഡായിട്ട് എനിക്ക് തോന്നിയത്. ഇല്ല ഇപ്പൊ ഈ ബോനിക്കല് ഈ റെഡർ എന്നിട്ട് കോൾ ഔട്ട് ചെയ്തേക്കണ സ്ട്രിക്ലൻഡിനെയാണ്. പക്ഷെ സ്ട്രിക്ലൻഡിനെ കോൾ ഔട്ട് ചെയ്ത ഷിറ്റാണ്ടാ. നമ്പർ 2 നമ്പർ എത്രയാണ് ഈ സ്ട്രിക്ലൻഡ്. ഒരു മയത്തിലൊക്കെ കോൾ ഔട്ട് ചെയ്യണ്ടേ, ഒരു ടോപ്പ് 10 പിടിക്കണ്ടേ. സംഭവം ഞാൻ പറയട്ടെ, ഇത് പക്ഷെ നല്ലതാണ്. കാരണമില്ലേ ഈ ഏറ്റവും വലിയ പ്രോസ്പെക്ട് UFC ഒന്നാണ് ബോനിക്കലി. നിങ്ങൊന്ന് ആലോചിക്കും. ഇപ്പൊ ബാർസല പ്രോസ്പെക്ടിന്റെ പേരെന്താ, അവന്റെ പേരെന്താ? ബാർസല അടുത്ത കോട്ട അവന്റെ പേര് പറഞ്ഞേ യമാലിനെ പോലത്തെ മൂടായിരുന്നു ബോനിക്കലി UFC. മനസ്സിലായോ? അതിന് ഒറ്റയടിക്ക് കില്ല് ചെയ്ത ഹൈപ്പിൽ കിട്ടുന്ന ഒരു ചാട്ട. ഇപ്പൊ ഇവനെ എല്ലാരും പറഞ്ഞ് ബോനിക്കലിനെ തോപ്പിച്ച്. അമേരിക്കയിലെ ഡിവിഷൻ 1 ഇവന്റെ റെസ്ലിംഗ് മാച്ച് ഉള്ളപ്പ പാരന്റ്സും വീട്ടുകാരും ഒക്കെ വന്ന് സ്റ്റേഡിയം ഫില്ലായിരിക്കും വന്ന്. ഡിവിഷൻ 1 റെസ്ലിംഗ്. അപ്പൊ അതൊക്കെ മേലെ പ്രൊഫഷണൽ UFC വന്ന് ഇവന് അത്ര ഫാൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ തോപ്പിച്ച് പറഞ്ഞ ഇപ്പൊ മനസ്സിലായ ഫൈറ്റ് എടുക്കാൻ സാധ്യതയുണ്ട്. ഞാൻ കംപ്ലീറ്റ്ലി ഹോപ്പ്ലെസ് പറയൂല. കാരണം എടാ അത്ര ഇപ്പൊ യമലിനെ തോപ്പിച്ച് മൂലക്ക് ഇരുത്തിയ പോലത്തെ മൂടാണ് ഇപ്പൊ സംഭവിച്ചിരിക്കും. പക്ഷെ അവിടെ വേറൊരു സൈഡില് വേറെ സ്റ്റോറി ലൈൻ നടപ്പുണ്ട്, അഡസാനിയും സ്ട്രിക്ലൻഡും. അപ്പൊ അത് കാരണം സ്ട്രിക്ലൻഡിനാണ്. ശരിയാണ്, അത് കഴിഞ്ഞ ആഴ്ച വിളിക്കുകയും ചെയ്തു. പോട്ടെ ഇടയ്ക്കിച്ചു. ഈ ഫൈറ്റിംഗ് നൈറ്റ്സിലെ മറ്റൊരുത്തനില്ലേ കായോ ബൊറായോ, അവനെ കിട്ടിയ നൈസായിരിക്കും. അപ്പൊ ഒരു കിഡിലൻ ഒരു പ്രോസ്പെക്ട് അടുത്തൊരു അത് പ്രോസ്പെക്ട് വീസസ് പ്രോസ്പെക്ട്. പിന്നെ മച്ചാനെ ഒരു പ്രോസ്പെക്ട് പോയതിന്റെ വിഷമം ഒന്ന് മാറട്ടെടാ. ഇടയ്ക്കിച്ചു. ഒന്നാമത് നമ്മുടെ സ്പോർട്സ് ഇപ്പൊ ഇത്തിരി ക്ഷീണത്തിലാണ്. മനസ്സിലായി? ഇപ്പൊ ഇത്തിരി ഒരു ക്ഷീണത്തിലാണ് യൂസ്. ഞാൻ പറയാം ഡീഗൺ എന്ന് പറഞ്ഞാൽ മണ്ടം പറഞ്ഞ പോലെ 6 സ്റ്റാർ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ തലക്കെട്ടിയാ അടിക്കാനുണ്ട. അതൊക്കെ ഇതിലാണ്. എന്നാലും ഇപ്പൊ ഇത്തിരി ക്ഷീണത്തിലാണ്. കാരണം ബോക്സിങ് അത് മാത്രമല്ല എന്ത് അൺലിമിറ്റഡ് ചീറ്റ് കോഡ് മറ്റേ സാൻഡ്രിയാസിൽ മണി കിട്ടുന്ന എസ്ഒയമല്ല. എസ്ഒ മണിക്കുമ്പോൾ ലൈഫും കൂടും മണിയും കൂടും. GTA ലൈഫ് മണി കൂടുന്ന എന്തായിരുന്നു? I1 മണി എന്നല്ലേ? അതെനിക്കറിയാം. GTA എന്തായിരുന്നു എനിക്ക് ഓർമ്മയില്ല. HATLEF. കമന്റ് ബോക്സിൽ ജിറ്റിയുടെ ലൈഫ് ഞാൻ മറന്നു. ചീറ്റ് കോഡ് അതടിക്കുമ്പോ സാൻഡ്രസിൽ പൈസ കൂടെ വരുന്നില്ലേ, അതേപോലെ ഈ അൺലിമിറ്റഡ് പൈസയുള്ള ഷെയ്ഖ് അറബി വന്നിട്ട് $1 ട്രില്യൺ ബാക്കപ്പ് ഉള്ള ഷെയ്ഖ് അറബി വന്നിട്ട് ഇത്രയും പൈസ അനൗൺസ് ചെയ്ത് കുറെ ഫൈറ്റ് തോന്നുന്നുണ്ട്. ക്രാഫോർഡ് എനിക്ക് എത്ര 50, എനിക്ക് എത്ര 60. ഓക്കെ. ഇതേപോലെ ഇവിടെ ഡാന ലോൺ എടുത്ത് പൊക്കന്ന് ഫണ്ട് അപ്രൂവ് ആയി മുതലാളിനെ 6 വർഷം വിളിച്ച് 3 വർഷം മിസ് കോൾ അടിച്ച് മെസ്സേജ് അടിച്ച് അടുത്ത സെക്രട്ടറി ചിലപ്പോൾ പിടിച്ചു വെക്കും. അവിടെ അടുത്ത അക്കൗണ്ട് റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഡാനെ കൂടെ കൊടുക്കാൻ. ഇവിടെ ഷെയ്ക്ക് 50 രൂപ കൊടുക്കണം, അവിടെ 50 രൂപ കൊടുക്കണം. അങ്ങനെ കൊടുത്തിട്ടാണ് ഫൈറ്റ് നടത്തുന്നത്. അങ്ങനെ ഒരാളെ തള്ളി ബാക്ക് കുണ്ടി തള്ളി പിടിച്ചിട്ടാണ് ഇപ്പൊ ബോക്സിങ് നിൽക്കുന്നത്. അതിന്റെ ഇടയിൽ കയറിയിട്ട് ഉണ്ടാക്കണ. അതിപ്പോ തിരിച്ച് ഞങ്ങൾക്ക് ഇവിടെ ബോക്സിങ് MMA അങ്ങനത്തെ ഒരാൾ വന്നേച്ചെങ്കിൽ ഞങ്ങളും പൂന്ത് കളിയാണ് കേട്ടാ. മസ്കിനെ പോലത്തെ ഒരാളൊക്കെ അതേ പറഞ്ഞ ട്രംപിനെ കുറിച്ച് മസ്കിനെ കുറിച്ച് ഇതിനാക്കോട്ടെ ഷോക്കല്ലേ. അപ്പൊ ഞങ്ങൾക്ക് അതിന് പറ്റോട്ടാ. ഇങ്ങനെ പറയുമ്പോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ടൊക്കെ പറ. ഒരുമാതിരി ഇത്തിരി ക്ഷീണത്തിലായ സമയത്ത് ഒരുത്തമ്മ പൈസ ഇൻവെസ്റ്റ് അത്രയും നിൽക്കുന്ന സമയത്ത് ഉണ്ടാക്കരുത്. സ്റ്റിൽ UFC ബോക്സിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും 2 കൈ കൊണ്ടുള്ള ആട്ടാണ്.
ഞങ്ങളെന്ന് പറഞ്ഞാൽ എന്താണ്, കൈയുണ്ട്, കാലുണ്ട്, എൽബോ ഉണ്ട്, നീ ഉണ്ട്, എന്താ ഇനി വേണ്ടേ? അടി ചെന്ന ഗ്രൗണ്ടിന് പൗണ്ട് ഉണ്ട്. ഒരു റൂമിൽ ലോക്ക് ചെയ്ത് ആര് വാക്കൗട്ട് ചെയ്യും? ടൈസൺ ഫ്യൂരിയ ജോൺ ജോൺസാ? ഉസൈക്ക ജോൺ ജോൺസാ? പറയടാ. അത്രയുള്ള അതാണ് MMA. മിക്സ് മാർഷൽ ആർട്സ് ഒന്നും പറയാനുള്ള. ഇച്ചു പറടാ. നമ്മള് ഒരാളെ നമ്മൾ ബോക്സിലോട്ട് ഇടയ്ക്ക് കയറിപ്പോയി, ഒരാളെ മിസ്സായി. നമ്മളെ ഫിഗിയും കോറിയനെ മിസ്സായി. ഫിഗി മറ്റേ സ്കൂളിൽ ചെയ്ത് കളഞ്ഞല്ലേ, പാസിംഗ് ഓഫ് ദ ടോർച്ച് അല്ല, ജീവനെ വലിച്ചെടുത്ത്, ജീവനാത്മാവ് ഉരിഞ്ഞെടുത്തതൊക്കെ പറയാ. പാസിംഗ് ഓഫ് ദ ടോർച്ച് എന്നല്ല, ജീവനാത്മാവ് വലിച്ചെടുത്ത്. മറ്റേ പടവില്ലേ, ചാത്തം വലിച്ചെടുക്കൂലടാ. ശങ്കരൻ പോയിച്ചിന ശങ്കരൻ വായയിലോട്ട് നോക്കിയിട്ട് ചാത്തം വലിച്ചെടുക്കൂലേ, ആ മൂടായി പോയി. മറ്റേ പൊക്കത്തിരുന്ന് കളിക്കണ്, പൊക്കത്തിരുന്നിട്ട് മറ്റേ ശരി അവിടെ നിന്ന് ബോൾ ഫെൽഡർ പറയുന്നുണ്ട്, ഇടിയൊക്കെ വെച്ച് ഇവിടെ കേട്ടോ നല്ല വേദനെടുക്കുന്നുണ്ട്. പൊക്കത്തിരട്ടെ എന്താ കാട്ട പരാതി, നല്ല അടി കൊടുക്കണ പെട്ടടി. പിന്നെ സെക്കൻഡ് റൗണ്ടിലെ കളി സീനായിക്കളാണ്. ഈ ഫൈറ്റ് ഫുള്ള് ഡേവിസൺ ഫിഗറോടോ സാൻഡിയാഗോന്റെ കാലും പിടിച്ചോണ്ടിരിക്കണേന്ന്. എന്നിട്ട് ഫൈറ്റ് എൻഡ് ചെയ്തത് ഇവന്റെ കാലും പോയിട്ടാണ് എൻഡ് ചെയ്തത്. എന്ത് ഐറോണിക് എൻഡിങ്ങാണ്. എടാ കോറി സാൻഡിയാഗോന്റെ പോസ്റ്റ് ഫൈറ്റ് കണ്ട പറഞ്ഞു, ഈ കാലി ഗെയിം എന്ന് പറഞ്ഞാൽ കിച്ച് ഒരു 50-50 ആണ്. ഒരു മൂവ് മാറിയ ആ ലിഗമെന്റ് അങ്ങോട്ട് ഒടിഞ്ഞു പോവും. എടാ അത്ര ഇതാണ്. അത് പറഞ്ഞേ ഫസ്റ്റ് റൗണ്ടിൽ ഞാനിത് പൊളിച്ചോണ്ടിരിക്കണേ. ഞാൻ 2 പ്രാവശ്യം നോക്കിന്ന് സാൻഡിയാഗോന്റെ ലിഗമെന്റ് ഒടിക്കാൻ. അപ്പൊ ഇത് കോറി വെറുതെ പറയണല്ല. ഏറ്റവും വലിയ എക്സാമ്പിളാണ് TJ ആയിട്ടുള്ള ഫൈറ്റ്. TJ ആയിട്ടുള്ള ഫൈറ്റിൽ ഈ പണി TJ കെട്ടി കൊടുത്ത് TJയുടെ കാലം ഒടിച്ച്. അത് ചെയ്യാനാണ് MMA ഗ്രാപ്പിൽ ലെഗ് ഉപയോഗിച്ച് കഴിയുമ്പില്ലേ ഈ ഇവിടെ വിച്ച് ഭയങ്കര സുഖമാണ്. നീ അടുത്ത പ്രാവശ്യം വരുമ്പോൾ കാണിച്ചു തരാം റോൾ ചെയ്യുമ്പോൾ എന്ത് സുഖമായിട്ട് ഓടിക്കണേന്ന്. അവൻ കാലം ഇങ്ങനെ പിടിച്ചിട്ട് ഒരു തിരിങ്ങാട് തിരിച്ചു കഴിഞ്ഞാൽ സത്യമായിട്ട് ഇവിടുത്തെ ലിഗമെന്റ് ഒടിഞ്ഞു പോവും. ആ ഗെയിം കളിച്ച് കോറി എടുത്ത ഗ്രാപ്പിൽ ഹൈ ലെവലാണല്ലോ. അപ്പൊ ഒരു പോസിബിലിറ്റി ഇതിന് കൊടുത്തിട്ടുണ്ട്, മെരാബ് വീസസ് കോറി. അതായത് ഈ ഷുഗർമാലി പൊട്ടൻ, എനിക്കറിയാം എന്തുകൊണ്ട് അവൻ ഫൈറ്റ് കൊടുത്തത്. എന്നാലും ഷുഗർമാലിക്ക് വരാൻ കോറി വീസസ് മെരാബാണ് ഞാനിപ്പോൾ ഭയങ്കര എക്സൈറ്റഡ്. ഇവിടെയൊക്കെ രോമ എണീറ്റ് നിന്നാണ്. പക്ഷേ ഇതിപ്പോ എന്നാലും ഓക്കെ, കോറി വീസസ് മെരാബ് പൊട്ടൻഷ്യൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അത് ഒരു കിടിലൻ ഫൈറ്റ് ആയിരിക്കും. ഈ അതിനേലും കിടിലൊരു ഫൈറ്റ് ഞാൻ പറഞ്ഞുതരാം. ഷോണോമാലി മെറാബായിട്ട് ജയിച്ച്, എന്നിട്ട് ഷോണോമാലിയും കോറിയും. അതെങ്ങനെ ഉണ്ടാവും? നീ മിസ്റ്റർ ബിഗ് ബോ കളിച്ചോ? ഷോണോ വാലി മെരാബായിട്ട് ജയിച്ചെന്നൊക്കെ നീ ഇങ്ങനെ സ്ലോയിലൊക്കെ പറയരുത്. അത് നീ 1/2 മണിക്കൂർ ബിൽഡപ്പ് എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് ജസ്റ്റിഫൈ ചെയ്ത് എന്തുകൊണ്ടാണ് ഈ തീരുമാനത്തിന്റെ റോഡ് മാപ്പോ ഗ്രാഫോ ഒക്കെ എടുത്തിട്ട് വേണം പറയാനായിട്ട്. ഷോണോ വാലി മെരാബിനെ അങ്ങോട്ട് തോപ്പിച്ച് ഒറ്റ വൃത്തി പറഞ്ഞേക്കണേ. ഇവൻ ഒറ്റ വൃത്തി വിചാരിക്കങ്ങനെ എനിക്ക് പറ്റൂല അങ്ങനെ. ചേട്ടാ നീ എന്ത് അങ്ങനെ വന്നാലും എനിക്ക് കോറി വീസസ് മെരാബ് കാണാനാണ് താല്പര്യം. എനിക്ക് ഷോമാലി വീസസ് കോറി കാണാനാണ് താല്പര്യം. എനിക്ക് മോസ്റ്റ് സ്കിൽഡ് ഫൈറ്ററായ മെരാബായിട്ട് കോറി ഫൈറ്റ് കാണണം. കോറിയുടെ ഗ്രാപ്ലിംഗ് ക്രെഡൻഷ്യൽസ് എല്ലാം ഉണ്ട്. ഈ കമന്റിൽ ആൾക്കാർ പറ ഏത് ഫൈറ്റാണ് ആൾക്കാർക്ക് കാണാൻ താല്പര്യം, മെറാബ് വീസസ് കോറിയാണോ ഷോണോമാലി വീസസ് കോറിയാണോ? ആ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. കോറി ഞാൻ ഈ ഇത് കൊടുത്തത് കോറിയുടെ എൻ്റെ ഒപ്പീനിയനിൽ, ഇതെല്ലാം എൻ്റെ ഒപ്പീനിയൻ ആണല്ലോ, ഒന്നുകൂടി പറയണ്ട. എൻ്റെ ഒപ്പീനിയനിൽ കോറി ഇതും തോറ്റ ഞാൻ കോഴിനെ എഴുതിത്തള്ളായിരുന്നു. കാരണമല്ലേ കോറി അടിപൊളിയാണെന്ന് എല്ലാവരും പലരും കിടന്നും മറിഞ്ഞും പറഞ്ഞ് കുറച്ചൊക്കെ പ്രൂവ് ചെയ്തു. പക്ഷെ എല്ലാ ഹൈ ലെവൽ ഫൈറ്റ് നൈസായിട്ടൊക്കെ തോറ്റിട്ടുണ്ട്. സെറിനായിട്ടും തോറ്റിട്ടുണ്ട്, TJ ആയിട്ടൊക്കെ തോറ്റി. അങ്ങനത്തെ കുറച്ച് ഹൈ ലെവൽ ഫൈറ്റ് വേറൊക്കെ തോറ്റിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല എക്സ്ക്യൂസ് ഒക്കെ പുള്ളി പറയുമായിരുന്നാലും ഇത് കൂടി തോറ്റു കഴിഞ്ഞാൽ മനസ്സിലായി ഞാൻ അങ്ങനെ എഴുതി തള്ളുമായിരുന്നു. കാരണം കുറേ ആയി ഇപ്പൊ തോക്കണത്. പക്ഷേ എൻ്റെ ആ ജഡ്ജ്മെന്റ് തെറ്റിപ്പോയി. രാഹു സീനാണ്. രാഹു ലൈറ്റ് തന്നെയാണെന്ന് തെളിയിച്ച് ചാമ്പ്യൻഷിപ്പ് വൃത്തിയാണെന്ന് തെളിയിച്ച്. ആ ഗായ്സ്, അപ്പോൾ അടുത്ത ബോക്സിങ്ങിലോട്ട് കുറച്ച് പോവുകയാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നു. എന്നാലും ഹോട്ടസ്റ്റ് ന്യൂസ് പറയാം. ഒരു ഫൈറ്റ് ഓഫ് ദ ഡെക്കേഡ് അല്ലെങ്കിൽ ഫൈറ്റ് ഓഫ് 2 ഡെക്കേഡ്. 2 ഡെക്കേഡിനാ എന്താ പറയണു? ഡുഡക്കേഡ്. അപ്പൊ ഡുഡക്കേഡ് അല്ലെങ്കിൽ ഒരു 3 ഡെക്കേഡ് എന്ന് വേണമെങ്കിൽ പറയാം. നടക്കാൻ പോകുന്നത് കനേലോ വീസസ് ക്രോഫോർഡ്. അൺലിമിറ്റഡ് മണിയുള്ള ആള് ചീറ്റ് കോഡ് അടിച്ച് ബ്ലാങ്ക് ചെക്ക് അങ്ങോട്ട് 2 അടിയും കൊടുക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തുക എഴുതിയെടുക്കാൻ പറയും. എടാ സെക്രട്ടറി ഒന്ന് ചെക്ക് ചെയ്തടാ അങ്ങ് കൊടുത്തേക്ക്. അങ്ങനെ 2 ഫൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. എന്താ തോന്നുന്നു കിച്ചോ ഫൈറ്റ്? ഇപ്പൊ MMA അതിന് ഈക്വലന്റ് ഫൈറ്റ് എന്താണ്? ഇസ്ലാം വലിയ തന്നെയാണ്. ഓക്കെ ശരിയാ, അത്രക്ക് വേണോ? അത്രക്ക് വേണം. പറഞ്ഞോ ചോദിച്ചു. ഇനീഷ്യൽ തോട്ട്സ് പ്രഡിക്ഷൻ, ഹൂ വിൻസ് പറഞ്ഞോ? ഇനീഷ്യൽ തോട്ട്സ് എന്താണ്, എനിക്ക് ആ ഒരു ഇതുണ്ടായിരുന്നു, ഈ വെയിറ്റ് ഡിഫറൻസ് എന്തോരം ഷോ അപ്പ് ചെയ്യുന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഇവൻ നമ്മുടെ ക്രോഫോർഡ് സൂപ്പർ വെൽട്ടർ വെയിറ്റും മറ്റേ നമ്മുടെ കനേലോ സൂപ്പർ മിഡിൽ വെയിറ്റും ആണ്. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു വെയിറ്റ് ഡിവിഷൻ ഉണ്ട്, മിഡിൽ വെയിറ്റ് കൂടി ഉണ്ട്. അപ്പൊ
രണ്ട് വെയിറ്റ് ഡിവിഷനാണ് ജമ്പ് ചെയ്യണം. അപ്പൊ ആ ഒരു ഡിഫറൻസ് സ്കിൽ വൈസിൽ ബാലൻസ് ചെയ്യുന്നതാണ് നമ്മുടെ കോസ്റ്റ് പറയണത്. അപ്പൊ ആ ഒരു വെയിറ്റ് ഡിഫറൻസ് എന്തോരം ഷോപ്പ് ചെയ്യുന്ന എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാന്നുണ്ടായിരുന്നു. പക്ഷെ അത് ഫൈറ്റിന്റെ ടൈമിലല്ലേ നമ്മൾ അറിയുള്ളൂ. അതാണ് ഞാൻ കൺഫ്യൂസ്ഡ് ആണ് ഈ മാച്ചപ്പില്. ഞാനൊരു കാര്യം പറയാം, എന്റെ പോയിന്റ് ഇത്രേ ഉള്ളൂ ഗൈസ്. ക്രാഫോർഡ് കനേലിനെ തോപ്പിക്കാൻ ചാൻസ് ഉണ്ട്, പക്ഷെ ക്രാഫോർഡ് ഒരിക്കലും ബിവോളിനെ തോപ്പിക്കില്ലായിരുന്നു. എവിടാ എനിക്ക് ഞാൻ ഉദ്ദേശിച്ച പോയിന്റ് മനസ്സിലായ പിന്നെ ക്രാഫോർഡ് കനലിനും പൊടിക്ക് പൗണ്ട് ഫോർ പൗണ്ട് സ്കിൽഡ് ആണ്. അതേ പറയുള്ളൂ. ഞാൻ കണ്ടേക്കണതാണ് അത് സ്പെൻസിന്റെ ഡിസ്ട്രക്ഷൻ കാരണം ഇത്ര നാൾ കണ്ടേക്കണത് കൊണ്ട് തന്നെ ഈ ഇപ്പോഴും ലോസ് ഒന്നും ഇല്ല നമ്മുടെ ക്രാഫോർഡിന്. ഇച്ചിരി ഇത് കുറെ തോറ്റാളെ വെച്ച് ഇങ്ങനെ ഇപ്പോഴും തോക്കാണ്ട ഒരു രീതിയിലും വീക്ക്നെസ് കാണിക്കാണ്ട് നിന്നേക്കുന്ന ഒരാളെ കിച്ചൻ ഇങ്ങനെ സ്കില്ലൊക്കെ കോഴ്സ് പറഞ്ഞു ഒന്നും അറിയാത്തവനെ പോലെയൊക്കെ എനിക്കൊന്നും അറിയാത്ത പോലെയൊക്കെ കിടന്ന് കാണിക്കും. പൊട്ടം കളിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയാൻ പാടില്ല ക്രാഫോർഡ് എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണെന്നാണ് പറഞ്ഞത്. അപ്പൊ രണ്ടുപേർക്കും ഉണ്ട്. എനിക്കറിയാം കനലോടെ ഇവിടെ സംഭവം എന്താണെന്ന് വെച്ചാൽ ആ പവർ അതൊരുമാതിരി തിരി പണിയാ. ആ ഒരു സാധനം ഓടിക്കാൻ മനസ്സിലായി. ഇപ്പൊ മറ്റേ ആരുടെ ഇങ്ങനെ ആലക്സ് പെരേരട്ടൊക്കെ മുമ്പ് ഫൈറ്റ് ചെയ്യില്ലേ വേറെ ആൾക്കാർ അങ്കലമാണെങ്കിലും ആ അലക്സ് പെരയുടെ ആ പവർ നമ്മൾ അപ്പോഴും പേടി. ഇവിടെ സഹിക്കില്ല. അത് ആലോചിച്ചോളാം. അങ്ങനെ സഹിക്കൊണ്ട് തന്നെ അവിടെ മൂന്നോട്ട് തോപ്പിച്ചോരെ ക്രഫോടെ തോപ്പിക്കോട്ടാ ഊടാ ഊടാ. അപ്പൊ ലക്ഷോടാ നിന്റെ ഉദ്ദേശം പറഞ്ഞല്ലേട്ടാ. പക്ഷെ അതെ തെറി പറയാതിരിക്കാൻ ബോക്സിൽ. അപ്പൊ സംഭവം എന്ന് വെച്ചാ ഇത്രയുള്ളു പറയാൻ. എനിക്ക് തോന്നുന്ന നല്ല മാച്ചാണ്. ക്രാഫോർഡ് തോപ്പിക്കാൻ നമ്മൾ മനസ്സിലായി കാനഡയുടെ പവറിനെ തള്ളിക്കളയാൻ പറ്റില്ല. അപ്പൊ ഫൈനൽ ഇനീഷ്യൽ പ്രഡിക്ഷൻ തോട്ട്സ് ഒക്കെ അവസാനം പറയാം. മാച്ച് ഈവൻലി മാച്ചാണ്. ഒരു മിസ് മാച്ച് ആയിട്ടൊന്നും നമ്മുടെ എന്റെ കോഹോസ്റ്റ് പറഞ്ഞ പോലെ ഞാൻ മിസ് മാച്ച് ആയിട്ടൊന്നും കണക്ക് കൂടുതലുണ്ടാ. അല്ലേ മിസ് മാച്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് ബോക്സിങ് അത്ര കൂടുതൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ എനിക്കും അറിയില്ലട്ടാ. അയ്യോ എനിക്ക് ബോക്സിങ് വലിയ അറിവൊന്നും ഇല്ലട്ടാ. കുറച്ച് പരിമിതമായ അറിവിലാണ്ടായിരുന്നു പറയണ ബോക്സിങ്. MMA പിന്നെ കുറച്ചുകൂടി കോൺഫിഡന്റ് ഉണ്ട് എനിക്ക് പറഞ്ഞിരിക്കാൻ പറ്റുമെന്ന്. പക്ഷെ ബോക്സിങ് പരിമിത അറിവാണേ ഡിസ്ക്ലെയിമർ പറഞ്ഞേക്കുന്നു. ഓക്കെ പറഞ്ഞോടാ. അല്ല ഈ ക്രോഫോർഡിന്റെ അൺഡിഫീറ്റഡ് റെക്കോർഡ് ഈ റെക്കോർഡ് വെച്ച് നോക്കുമ്പോ അൺഡിഫീറ്റഡ് അൺഡിഫീറ്റഡ് അല്ല. അപ്പൊ ഈ റെക്കോർഡ് വൈസ് നോക്കുമ്പോ മറ്റേ കൂട്ടി വെച്ച് നോക്കുമ്പോ ഭയങ്കര ബിഗ്ഗസ്റ്റ് നല്ല സ്റ്റാക്ഡ് റെക്കോർഡാണ്. ഇപ്പൊ നമ്മുടെ സൗൾ കനേലോ ആൽവറസ് ആണെങ്കിൽ തോറ്റക്കണ ആകെ രണ്ടുപേരായിട്ട്. ആ രണ്ടുപേരും ഒന്ന് ബിവോല് അത് പിന്നെ ആരായാലും തോക്കും അങ്ങനത്തെ ഒരാളാണ്. പിന്നെ നമ്മുടെ മണിച്ചേട്ടൻ ട്രിപ്പിൾ ജി ആയിട്ടുള്ള ഫൈറ്റിലും നൈസായിട്ട് തോറ്റി. അത് എനിക്ക് ഉറപ്പാണ്. ട്രിപ്പിൾ ജി ആയിട്ടുള്ള ഫസ്റ്റ് ഫൈറ്റിൽ തോറ്റി. അതെന്റെ ഞാനല്ല കണ്ടിട്ടുണ്ട്, മിക്കവരും പറഞ്ഞാണ്. അതുകൊണ്ട് അങ്ങനെ ഇപ്പം പറഞ്ഞ അൺഡിഫീറ്റഡ് ഒന്നും അല്ല. പക്ഷെ മറ്റവൻ ട്രൂ ആണ്. അപ്പൊ സംഭവം ഞാൻ പറയാം, കിട്ടുക്കാച്ചി ഫൈറ്റ് ആണ്, എനിക്ക് ഇഷ്ടപ്പെട്ട്. പക്ഷെ കനേലയും കൂടി റെസ്യൂമിൽ കയറ്റിക്കഴിഞ്ഞാൽ ക്രോഫോർഡിന് ഒരു ഗോഡ് കോൾ പോലെ ആൾക്കാരൊക്കെ ഒന്ന് മൈൻഡ് ചെയ്യണം. മനസ്സിലായി? മൈൻഡ് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം വലിയ ഒരുത്തന്നെ ഒരു ചെറിയൊരു പണ്ട് പൊട്ടൻഷ്യൽ ഉണ്ടായ ഒരുത്തന്നെ കൂടി റെസ്യൂമിൽ കയറ്റിയേക്കാൻ ക്രോഫോർഡിന് നീ എന്ത് വിളിക്കും കിച്ചു? കെൻഡ്രിക് ലമാർ. കെൻഡ്രിക് ലമാർ കുറെ പേരുടെ വോട്ടല്ലേ? അതല്ല ഞാൻ പറഞ്ഞത് നമ്മുടെ UFC-ൽ ഞാൻ ടാലന്റ് വൈസ് ആണെന്ന് വിചാരിച്ചിട്ട് കാര്യം പറഞ്ഞ അർത്ഥമുണ്ട്. പക്ഷെ എന്നാലും മറ്റേതിലും കറക്റ്റാണ്. നീ പറഞ്ഞത് ലിറ്ററലി കറക്റ്റാണ്. കെൻഡ്രിക് ലമാറിനെ കുറെ പേര് അത്രയും പൊക്കി പറഞ്ഞോണ്ടല്ല. ഡ്രേക്കിന്റെ ശത്രുക്കള് മാത്രമല്ല, ഡ്രേക്കിന്റെ ഹേറ്റേഴ്സ് മാത്രമല്ല. അപ്പൊ ഗൈസ് അത് വിട്ട് അതിലൂടെ പിന്നെ ഒരു ബ്യൂട്ടിഫുൾ സ്റ്റോറി ഉണ്ടായില്ലേ ശരിക്കും പറഞ്ഞാൽ. അതിനെപ്പറ്റി പറയണമെങ്കിൽ കുറച്ച് മ്യൂസിക് ഒക്കെ ഇട്ട് കടൽ കാറ്റിൻ നെഞ്ചിൽ അതൊക്കെ പറയണം. അതേപോലത്തെ കൂടെ ആയിരുന്നു നമ്മുടെ അപ്പനപ്പൂമാരായിട്ട് നമ്മുടെ ദേവാസുരല്ലേ, ദേവാസുരത്തിന് തുടങ്ങി വെക്കണത് മോഹൻലാലും നീലനുമാണ്. ഇവിടെ രണ്ടലി നമ്മുടെ ഇവന്റെ മോൻ നീലന്റെ മോൻ വന്ന് പടി നടക്കൂല. അതേപോലത്തെ മൂടൊക്കെ അതിനേലും വലിയ ഡ്രാമ ചെയ്യുന്നു ഇവിടെ നീലന്റെ അവിടെ വീട്ടിൽ കയറിയിട്ട് മറ്റേ കൊങ്ങ കയറി പിടിച്ചിട്ട് പറയൂലേ ഇച്ചിരുന്ന ഡയലോഗ് പറയണ പണ്ട് അപ്പനോടുള്ള റെസ്പെക്ട് കൊണ്ട് മാത്രമാണ് സാറേ ശേഖരൻ സാറേ എന്ന് വിളിച്ചെന്നൊക്കെ പറയാം. അതേപോലത്തെ മൂട് സംഭവം ഇവിടെ നടന്നത് പറയിച്ചു. എന്താ നടന്നത്? അല്ല ആ കാറിൽ തുറന്ന് ഇങ്ങനെ പുറത്തിരുമ്പോ ഇവന്മാരൊക്കെ നോക്കി നിൽക്കുമല്ല കോണർ പെണ്ണൊക്കെ പറ്റുമോ? പക്ഷെ ഇത് നടക്കാനുള്ള കാര്യം എന്താണെന്നറിയോ? ഈ സംഭവേ ഒരു കുറച്ച് നമ്മുടെ ഷെയ്ക്കണ്ണൻ തുർക്കി ചോറുന്നുണ്ടെന്ന് ചിക്കനൊക്കെ അടിച്ച് ചോറുന്നപ്പോ ട്രീൽ കണ്ടപ്പോ ഈ സംഭവം കണ്ട് ഇവിടെ ഇങ്ങനെ ഒരു കഥ ഉണ്ടല്ലേ, ശരിയാക്കി തരാം.
നേരെ ഡീനെ വിളിച്ചു, ഡി അവൻ നിങ്ങൾ കൊണ്ടുവരണമല്ല, എത്ര വേണം, കുറച്ച് പൈസ കൊണ്ട് പൈസ ഒന്നും വിഷയടാ, അവൻ നിങ്ങൾ കൊണ്ടുവരാൻ പറ. നേരെ വിളിച്ചങ്ങാട് സെറ്റ് ചെയ്ത് അവരെ കുറച്ച് പൈസ കുറച്ച് ആ സൂര്യ കംപ്ലീറ്റ് ചെയ്ത്. എന്നാലും ആ ക്യാമറ വന്നപ്പോ പോപ്പ് മറ്റേ റോക്ക് പെട്ടെന്നൊക്കെ WWE വരുമ്പോ കിട്ടിയ പോപ്പ് ഇല്ലടാ കിച്ചു, അതേപോലെ ഫീൽ ചെയ്തില്ലേ? ത്രിപിളച്ചൊക്കെ ഞെട്ടോലെ ചില സീനിലൊക്കെ കാണുമ്പോ ആ ഒരു ഞെട്ടലൊക്കെ ആയിരുന്നു ഇവരെ മറ്റേ മൂത്ത് കോണർമെന്റിന്റെ ഒക്കെ മൂത്ത്. ഒരു ഫൈറ്റ് എങ്ങനെയുണ്ടായിരുന്നു? ഫൈറ്റ് വെറുതെ പുള്ളിയായിരുന്നില്ലേ? ഇതെല്ലാം എന്തൊക്കെ സ്റ്റോറി ലൈൻ ഉണ്ടെങ്കിലും ഫൈറ്റ് നല്ലതല്ലെങ്കിൽ ശോകമില്ലേ? പക്ഷെ ഈ ഫൈറ്റും വെറുതെ കിടിലം ഫൈറ്റ്, അവസാനത്തെ 2 റൗണ്ടൊക്കെ വെറുതെ മാജിക്കലായിരുന്നു. എന്റെ അമ്മോ, എല്ലാം പെർഫെക്റ്റ്, ലിറ്ററലി കോർ. ഒരു സ്റ്റോറി ലൈൻ കംപ്ലീഷൻ വന്ന്, അതും ബിൽഡപ്പ് കുറെ ഇത് അപ്പനും മകനുള്ള ഡ്രാമ, അപ്പനും മകനായിട്ട് അവസാനം കൂടിച്ചേർന്ന് മനസ്സിലായി, പ്രശ്നം സോൾവ് ആയി, ഫൈറ്റ് ഡെലിവർ ചെയ്ത്, മറ്റവര് തോറ്റെങ്കിലും മനസ്സിലായ, തോൽവി എന്ന് പറയാൻ പറ്റില്ല, പൊരുതി തോറ്റെന്നേ പറയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഇങ്ങനെ വേണം തോക്കാൻ, അങ്ങനെ പറയും അവന്റെ അപ്പൻ. അപ്പൊ എല്ലാരും ഇതിന്റെ കോർ ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരും ജയിച്ച്, ഫാൻസും ജയിച്ച്, മനസ്സിലായി. എല്ലാ പാട്ടി പശുവിന്റെ വിശപ്പും മാറി, പശുവിന്റെ വിശപ്പും കെട്ട് കാക്കയുടെ കടിയും മാറി. പക്ഷേ നേരെ മറിച്ചാണല്ലേ, പശുവിന്റെ കടിയും കാക്കയുടെ വിശപ്പുമാണ്. അങ്ങനെ കെട്ടെന്ന് പറഞ്ഞ കൂടെ എല്ലാരും തൃപ്തിപ്പെട്ട്, ഫാൻ വരെ തൃപ്തിപ്പെട്ട്, അല്ല ദിവം വരെ തൃപ്തിപ്പെട്ട്. ഇനിയിപ്പോ ഇന്ന് റീമാച്ച് വെക്കാൻ പോകുന്നുണ്ട്, അതൊരു ടോട്ടർനാം സ്റ്റേഡിയത്തില്. അത് ബിഗ് ഇവന്റ് ആയിരിക്കും, ഇതിനേലും ബിഗ് ഇവന്റ് ആയിരിക്കും. കാരണം ഇപ്പൊ എല്ലാവരും അറിയുന്നല്ലേ ഈ ഫൈറ്റിനെ കുറിച്ച്. അപ്പൊ പിന്നെ റീമാച്ച് കുറച്ചും കൂടി ബിഗർ ആയിരിക്കും. നമ്മ നല്ല സിനിമ കഥയില്ലെന്ന് പറഞ്ഞ് പോകണ്ട, ബോക്സിങ്ങിലും MMA തന്നെ ഉണ്ട് കുറെ കഥയൊക്കെ. ഒന്ന് ആലോചിച്ച് നോക്കി, കുറെ കഥ. അതിന് ഡാർക്ക് ട്വിസ്റ്റ്. ഇവിടെ ഫ്രാൻസിസ് എങ്ങാനും ഒരു ആക്സിഡന്റിലൊക്കെ പെട്ട് ഒരു കൊച്ചൊക്കെ ഡെഡായി പോയി. ഞാൻ ഇത് പറഞ്ഞല്ലോ, അത്ര ബ്യൂട്ടിഫുൾ ആയ ഫ്രാൻസിസ് എങ്ങാനും ഒരു ഡാർക്ക് ട്വിസ്റ്റ്, മനസ്സിലായി. കുറെ ട്വിസ്റ്റുകളും ടേണുകളും കുറെ സ്റ്റോറി ഉണ്ടിട്ടാ നമ്മുടെ MMA-ല്. ഇച്ചു പറഞ്ഞ പെരിപ്പിച്ചെടുക്കാം, നമുക്ക് അങ്ങനെ പൊളിക്കണ്ടേ? അല്ല ഇപ്പൊ എക്സൈറ്റിങ് കാരണപ്പോഴാണ് ഒരു നല്ല കിഡിലും എക്സൈറ്റിങ് 2 ഫൈറ്റ് ഉണ്ടായിരുന്നല്ല. ഡേവിൻ ഹേനിയുടെ ഫൈറ്റ് വെറുതെ പുള്ളിയായിരുന്നില്ലേ, എക്സൈറ്റ്മെന്റ് കൊണ്ട് തുള്ളിച്ചാടനായിരുന്നു എല്ലാവരും. ഇപ്പൊ 2 ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ക്രിസ് യുബാങ്ക് ജൂനിയറിന്റെ ഫൈറ്റ് ആണോ ഫൈറ്റ് ഓഫ് ദി ഇയർ, അല്ലെങ്കിൽ ഡേവിൻ ഹേനിയുടെ ഫൈറ്റ് ആണോ ഫൈറ്റ് ഓഫ് ദി ഇയർ? അപ്പൊ അത് പറഞ്ഞ ആൾക്കാർ ശരിക്കും തല്ലുപിടിക്കാനുണ്ട്, ഡിബേറ്റ് ആണ്. കാരണം ഡേവിൻ ഹേനിയുടെ ഫൈറ്റ് വാസ് സോ ഗുഡ്. He never threw a single punch. His opponent never threw a single punch. They both didn't throw anything. എങ്ങനെയുണ്ട്? It was so great. ഞാനത് കണ്ടിട്ടില്ലേ, ഞാൻ കണ്ടിട്ട് എനിക്ക് 12 റൗണ്ട് പോയത് അറിഞ്ഞില്ല. ഞാൻ കണ്ണടച്ചു പോയി, അത്ര സ്പീഡിലാണ് പോയത്. ഇതിനെ നല്ല ഡെവിഹേനി തോക്കണായിരുന്നു KO-ല്. ഞാൻ എങ്ങനെ പറയുള്ളൂ, ഇത് ശോകമാണ്. എന്നിട്ടാണെങ്കിൽ റയൻ ഗാർസിയ തോക്കുകയും ചെയ്തു. അത് ഞാൻ റയൻ ഗാർസിയ തോക്കുന്നു വിചാരിച്ചില്ല കേട്ടോ. It hurt me to say. 10ാം ക്ലാസ്സിൽ ഓണപ്പരീക്ഷയ്ക്ക് ഒരു വിഷയം തോറ്റ പോലെ പോയി ഗൈസ്. കോപ്പി അടിച്ച് പാസ്സാവുന്ന വിചാരിച്ച വിഷയം തോറ്റ പോലത്തെ മൂടാണ് എനിക്ക് തോന്നിയത് റയൻ ഗാർസിയ തോറ്റപ്പ. റയൻ ഗാർസിയ എനിക്ക് ഇഷ്ടപ്പെട്ട് വന്നേരുന്നവനാ. അപ്പോഴേക്കുമാണ് കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടു വന്ന സമയത്താണ് അവൻ സിമ്പിളായിട്ട് തോറ്റുപോയത്. അപ്പൊ വിഷമമുണ്ട്. അതിനെ പറ്റി കൂടുതൽ പറഞ്ഞ് ഇതാക്കുന്നില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, വിഷമമായി, ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ മറ്റേ എഡിഹയുടെ മൊത്തം പറഞ്ഞു തീർക്കണല്ലേ. നിന്റെ വർഷം പറഞ്ഞു, എന്റെ വർഷം ഞാൻ പറഞ്ഞാണ്, നിന്റെ വർഷം പറഞ്ഞു. എഡിഫോൺ മറ്റേ അവസരം മുതലെടുക്കണാണ്. ഇപ്പൊ പുള്ളിക്ക് അറിയാം UFC ഇത്തിരി ശോകമായിട്ടിരിക്കണ, അത് കാരണം മനഃപൂർവ്വം ഇട്ട് കുത്തനാണ്. ഈ കുറച്ച് നാൾ മുമ്പ് ഇപ്പൊ ഈ പറഞ്ഞ അലക്സ് പെരേരയൊക്കെ കിഡ്ലിനായിട്ട് നിന്ന സമയത്ത് ഇയാളും വായ തുറന്നില്ലല്ല, അപ്പോഴൊന്നും ഒന്നുമില്ല. ഇപ്പൊ ജസ്റ്റ് ഒന്ന് UFC ഒരു ചെറിയൊരു ഡിപ്പ് വന്നപ്പോ എന്ത് ഇയാള് പറയണത്, ബോക്സിങ് എന്ത് പണ്ടത്തെ സ്പോർട്ടാണ്, അത്രയും വലിയ പഴയ സ്പോർട്ടും ഈ ഇത്രയും ഈ ഇന്നാള് തുടങ്ങിയ സ്പോർട്ട് വെച്ച് കമ്പയർ ചെയ്യണതിന് ഒരു അർത്ഥമില്ല. എന്നിട്ട് അയാളുടെ 6 സൂപ്പർ സ്റ്റാർ, ഞാൻ പറഞ്ഞ 6 സൂപ്പർ സ്റ്റാറിന് അയാൾക്ക് എന്ത് വെറുതെ നമ്പറാണ് അയാള്, വെറുതെയാണ്. മനസ്സിലായില്ലേ, മറ്റേ കേരള പൊളിറ്റിക്സിൽ പോലും പൊളിറ്റീഷ്യന്മാര് ഇത്ര മടിയോടായിട്ട് അവസരം മുതലെടുക്കൂല. ആ മൂടാണ് എനിക്ക് തോന്നി. ഇതൊരുമാതിരി മനിപ്പില്ലേ. പക്ഷെ മനസ്സിലായ അങ്ങനത്തെ സൈക്കോളജിക്കലായിട്ടുള്ള ഇത് ഉണ്ടാക്കിയാലല്ലേ ഇവിടെ ഉണ്ടാക്കാം. പക്ഷെ വേറെ തീരെ ഡിഗർ അറിഞ്ഞില്ല. ഡാനാവൈറ്റും ടെർക്കിയും കമ്പനിയാണ്. ഡാനാവൈറ്റും ഇതിന്റെ പാർട്ട്. ഡാനാവൈറ്റ് ഔട്ട് ഓഫ് ദ ലൂപ്പ് ഹോളൊന്നും അല്ല. ഡിഗാണ് അറിഞ്ഞും കളിക്ക്. നോക്കി ഇനി എന്ത് സംഭവിക്കുന്നത് കണ്ടറിയാൻ കോശി. അത്രേ പറയുള്ളു, കണ്ടറിയടി, അത്രേ ഞാൻ പറയുള്ളു. ഇനി നമുക്കൊരു സാധനം കൂടി ഉണ്ട്. 100 കെവിനും 1 ഗൊറില്ലയും വന്ന എന്താ സംഭവിക്കാൻ പോണ? ഞാൻ ചാവും, ഞാൻ ഉറപ്പായിട്ട് ഒരു സംശയം
എനിക്ക് ഒരു ഇതുമില്ല. എന്റെ പൊന്നു ഗൈസ്, ഞാൻ സിമ്പിൾ ആയിട്ട് പറയട്ടെ, ഈ ഗൊറില്ല എന്ന് പറഞ്ഞില്ലേ, ഒരു സാധാരണ മനുഷ്യനേലും 8-9, കേരളയിലാണെങ്കിൽ ആണുങ്ങളാണെങ്കിൽ 10, കേരള മിക്കമാരും വീക്കാണ്. അപ്പൊ കേരളയിലാണെങ്കിൽ 10 ആണുങ്ങളുടെ ശക്തിയുള്ള സാധനമാണ്. അതിന്റെ ബോണ്ട് ഡെൻസിറ്റി ഇല്ലേ 4-5 ഇരട്ടി. പിന്നെ പവർ ഗൈസ്, ഇത് കണ്ട ഇതിനേലും സ്പീഡാണ് ഗൊറില്ലയുടെ പഞ്ചി. അതിന്റെ 200 കിലോ 260 കിലോ ഒരു വീഡിയോ ഉണ്ട് ഗൊറില്ല പറഞ്ഞത് ഇങ്ങനെയൊക്കെ നമ്മുടെ ബക്കളിൽ ഇരുട്ടത്ത് കണ്ട അതേപോലത്തെ അങ്ങനത്തെ ഒരു സാധനം. അത് അതിന്റെ ഒരു വീഡിയോ ആണ് കേട്ടാ. നോക്കിയപ്പോ ഒരു തേങ്ങ ഇങ്ങനെ എടുത്തിട്ടേ ഇതിങ്ങനെ കണ്ടിട്ട് തേങ്ങ പൊളിഞ്ഞു വന്നേക്കണ്. എന്റെ അമ്മ ഞാനൊക്കെ കത്തിക്ക് 6 അടി 12 അടി ഒരു തൊള വീണ തേങ്ങ പൊളിക്കണ. എന്റെ പൊന്നി ഗൊറില്ല ഒന്നിങ്ങനെ രാത്രി ആരുടെയും അപ്പുറത്തുള്ള ഇപ്പുറത്തുള്ള കടിക്കൂലേ, അതേപോലെ അടിച്ചു ചത്തു. കമ്പാരിസൺ ഇല്ല. അല്ല ഇപ്പൊ ഞാൻ ഇപ്പൊ 100 പേരെ നമുക്ക് ഹാൻഡ് പിക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പൊ ഫ്രാൻസിസ് എങ്കാനും അങ്ങനെ ഇന്നുണ്ട്. പക്ഷെ എന്താന്ന് പറയട്ടെ, അതിന് ഞാൻ ചാൻസ് എന്താണെന്നറിയോ, ചില സയന്റിഫിക്കലി ലോജിക്കലി തിങ്ങിയ ആൾക്കാരുണ്ട്. ഗൊറില്ല ഈസ് മെയ്ഡ് ഫോർ സ്പ്രിന്റ് എക്സ്പ്ലോസീവ്നെസ്, നോട്ട് ഫോർ എൻഡ്യൂറൻസ്. അപ്പൊ ഒരു 30 മിനിറ്റ് 20 മിനിറ്റ് കഴിയുമ്പോ 15 മിനിറ്റ് കഴിയുമ്പോ കിതക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ കിതക്കുമ്പോ ഗോർഡൻ ഡ്രൈനെ പോലത്തെ ലെഗ് ലോക്ക് ഹീലൂക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് അതിനും കാലം അതേപോലെയൊക്കെ ഉണ്ടല്ലോ. ഹീലൂക്ക് ചെയ്യുമ്പോഴേക്കും കടിച്ചിട്ട് കടിച്ചിട്ട് കഴുത്ത് കുറച്ച് കളയും. എന്നാലും ഇവിടെ ആൾക്കാർ കടീനെ പറ്റി പറയാം. ഈ ഗൊറില്ലയുടെ ആൾക്കാര് ഗൊറില്ല അങ്ങനെയൊന്നുമല്ല, കടിച്ചു കഴുത്ത് പറിച്ച് മുഖത്തെ മൂക്കങ്ങൾ ഇവിടുന്ന് കടിച്ചു പറിച്ചിട്ട് അവന്റെ മൂക്കിൽ തൂക്കി അങ്ങനെയൊക്കെ കൊല്ലാൻ പോടാ. അടുത്ത് ഇതൊരു മനോഹരമായ ഫൈറ്റൊന്നുമല്ല, ഇങ്ങനെ കടിയാണ്. ഇപ്പൊ ഇസ്ലാം വായിച്ചൊക്കെ അവിടെ ചാൾസ് ഒലിവേറിനൊക്കെ പോയി ലോക്കിട്ടെങ്കിലും കടിക്കില്ലാത്ത കടിയുണ്ടെങ്കിൽ ചാൾസ് എടുത്തു പറിച്ചോട്ടാ. ഗൊറില്ലക്ക് ആ ഒരു ഇതില്ല. പിന്നെ മാത്രമല്ല ഇപ്പൊ ഫ്രാൻസ് എങ്ങാണ്ട് പഞ്ച് ഹാർഡായിട്ട് പോലും ഗൊറില്ലയുടെ ചിന്നി കണ്ടാ പോലും ഇല്ലേ. ഇനി ഇത് കൊള്ളണ്ട അതേ തോന്നുള്ളൂ ഇനി, അല്ലാണ്ട് ബബിള് പോലും ആവുന്നില്ല. അപ്പൊ ഇങ്ങനത്തെ കൺസിഡറിങ് ഐ വിൽ ഡൈ ബ്രൂട്ടൽ ഡെത്ത്. 100 പേരെ ഹാൻഡ് പിക്ക് ചെയ്താ ഗൊറില്ല ടയേർഡ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഗൊറില്ലയെ തോപ്പിക്കാൻ പറ്റും. അതാണ് സയന്റിഫിക്കൽ ആൾക്കാർ പറയണം. എന്നെ കിച്ചു പറഞ്ഞു. എനിക്ക് ഞാൻ ആലോചിച്ചേ ഇപ്പൊ കറക്റ്റായിട്ട് 100 പേരെ ഹാൻഡ് പിക്കും ചെയ്ത് അവരെല്ലാവരും കോച്ച് ചെയ്യാൻ വേണ്ടി ഒരു ജോൺ ഡാനഹറിനെയും കിട്ടി ഒരു 2 കൊല്ലം ട്രെയിനിങ്ങും ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ ഒരു കുഴപ്പമില്ലാത്തൊരു മാച്ചപ്പ് ആയിരിക്കും. പക്ഷേ ഗൊറില്ലക്കും മൈക്ക് ടൈസന്റെ ജോൺ ജോൺസിന്റെയും ട്രെയിനിങ് ഉണ്ട് കേട്ടാ. അപ്പൊ എങ്ങനെ ഉണ്ടാവും? അങ്ങനെ പറ്റില്ല. അപ്പൊ എങ്ങനെ ഉണ്ടാവും? അപ്പൊ കഥ മാറും. ഒരു തെറിപ്പിക്കുമ്പോ തന്നെ 20 ഫ്രാൻസിസ് എങ്ങനെ തെറിച്ചു. ഫ്രാൻസിസ് എങ്ങാണ്ട് കൈയെടുത്ത് എഡികണ്ട വായിൽ വെച്ചിട്ട് ജോൺ ജോൺസിന്റെ കുണ്ടിയെടുത്ത് കബീബിന്റെ ഞാൻ പറയണില്ല കാര്യം ആ മൂടായിരിക്കും ഹാൻഡ് ബുക്ക് ചെയ്യണവരൊക്കെ ഇവിടെ തെറിച്ച് കളിക്കും. ബ്രദ എന്നൊക്കെ പറയുന്നത് ബ്രദാക്കി കളയാണ്. അതേതുമില്ല 100 വരെ ഹാൻഡ് ബുക്ക് ചെയ്താൽ ടയർഡ് ആയാൽ പറ്റും. പിന്നെ സ്റ്റെറോയിഡ് അടിച്ച് മെരാബിന്റെ വെർഷൻ ഗൊറില്ലയാണെങ്കിലാ ഗിച്ചു മെരാബ് വെർഷൻ ഗൊറില്ലയാണെങ്കിലാ കാർഡിയോ മെരാബ് 100 ആണെങ്കിലും 1000 ആണെങ്കിലും കാര്യമില്ല. മെരാബ് കാർഡിയോ ഗൊറില്ലയെങ്ങാണ്ടും വന്നാ ഗൈസ് ഒന്ന് ഇരുന്ന് ആലോചിച്ച് നോക്കിയേ. ജോൺ ജോൺസിന്റെ മറ്റേ പ്രത്യേകതയെ ജോൺ ജോൺസിന്റെ പറി അത്ര എനിക്കിപ്പോ പറയാനുള്ളു ഗൈസ്. അപ്പൊ ഗൈസ് എല്ലാവരും പറയാണ് ഞങ്ങൾ മോണിറ്റൈസ് ആവാറായിട്ടുണ്ട്. അപ്പൊ എല്ലാവരോടും ബിഗ് താങ്ക് യു. ശരിക്കും പറഞ്ഞ ഞാൻ ഐ ഓൺലി ബൗ ഡൗൺ ടു ജീസസ്. അതുകൊണ്ട് ഞാൻ മുട്ടൂത്തൂല. പക്ഷെ ഒരു ടെമ്പററിയുള്ള ബൗദ്ധരാ ഞങ്ങളുടെ അത്യാവശ്യം മോണിറ്റൈസ് ആവാറായി. അപ്പൊ എല്ലാവരും ഇരുന്ന് എന്റെ വളിപ്പും കിച്ചന്റെ വളിപ്പും അധികം വളിപ്പ് പറയാറില്ല, എന്റെ തള്ളലും എന്റെ അറിവും എന്റെ അറിവും നോളജും ഇവന്റെ അറിവും എല്ലാം സഹിച്ച് ഞങ്ങളുടെ കൂടെ ഒരു ജേർണിയിൽ ഇത്ര എത്തിയ എല്ലാവർക്കും നന്ദി പറയുന്നു. ലൈക്ക് റിയലി തെറി വിളിക്കണവർ ഒരു തെറി മാത്രം വിളിച്ചാൽ എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. അല്ലാണ്ട് ബാക്കിയോട് തെറി വിളിച്ച ഹേറ്റേഴ്സിനോട് പോലും നന്ദി പറയുന്നു. ബിഗ് താങ്ക് യു. ഒന്നും കൂടി എണീച്ചു ബൗജിയുടെ ഒരു പ്രാവശ്യം അത് കുഴപ്പമില്ല. ആൾക്കാർക്ക് അടുത്ത് ഫ്രീ ഷോ കൊടുത്ത ഒള്ളി ഫാൻസ് ചെയ്തേക്കാണ്. താങ്ക് യു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തീജം ബീജ.